ഗുഡ് ഈവനിങ് ആൾ. അപ്പോൾ നമ്മൾ ഇന്ന് ഒരു പുതിയൊരു വാർത്തയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. നമ്മുടെ BSc-കാർക്ക് BSc നഴ്സിംഗ് പഠിക്കുന്ന സ്റ്റുഡൻസിനും GNM പഠിക്കുന്ന സ്റ്റുഡൻസിനും MSc പ്രിപ്പയർ ചെയ്യുന്ന സ്റ്റുഡൻസിനും ഒക്കെ വേണ്ടിയിട്ടുള്ള ക്ലാസ്സുകൾ നമ്മൾ എടുത്തു വരികയാണ്. അതിൽ പുതിയൊരു ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് പോസ്റ്റ് BSc, അതായത് പോസ്റ്റ് ബേസിക് BSc നഴ്സിംഗ് പഠിക്കുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ള ഒരു ക്രാഷ് കോഴ്സ് നമ്മൾ പുതുതായിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. അതിൻ്റെ ഡീറ്റെയിൽസും ഒപ്പം നിങ്ങൾ പോസ്റ്റ് BSc സ്റ്റുഡൻറ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ പഠിക്കണം, എന്തൊക്കെ പഠിക്കണം എന്നുള്ള ഡീറ്റെയിൽസുമാണ് ഞാൻ ഇന്നത്തെ ക്ലാസ്സിൽ ഇവിടെ പറയാൻ പോകുന്നത്. ഓക്കെ, നിങ്ങളൊരു പോസ്റ്റ് BSc ഫസ്റ്റ് ഇയർ സ്റ്റുഡൻ്റ് ആണ് അല്ലെങ്കിൽ സെക്കൻഡ് ഇയർ സ്റ്റുഡൻസ് ആണെങ്കിലും ഒരുവിധം നിങ്ങൾക്ക് എങ്ങനെയാണ് പഠിക്കേണ്ടതെന്ന് ഐഡിയ കിട്ടും. പക്ഷേ നിങ്ങളൊരു ഫസ്റ്റ് ഇയർ സ്റ്റുഡൻ്റ് ആണെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് എങ്ങനെയാണ് എന്താണ് പഠിക്കേണ്ടത് എന്നുള്ള ഡീറ്റെയിൽ കംപ്ലീറ്റ് ആയിട്ട് ഞാൻ ഇന്നിവിടെ പറയുന്നതായിരിക്കും. ഓക്കെ, നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് ഒരു 3 month ക്രാഷ് കോഴ്സ് ആണ്. ആക്ച്വലി ഈ ഒരു ക്രാഷ് കോഴ്സ് 3 monthന് ഫിനിഷ് ആകുകയല്ല, ഇറ്റ് വിൽ കണ്ടിന്യൂ ടിൽ ഇയർ എക്സാം. ബട്ട് ഫസ്റ്റ് നമ്മൾ അതിൻ്റെ ഫസ്റ്റ് സെക്ഷൻ എന്ന് പറയുന്നത് 3 monthലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ആഫ്റ്റർ ദാറ്റ് നമ്മൾ അത് കണ്ടിന്യൂ ചെയ്യുക തന്നെ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, നിങ്ങൾക്ക് ജോയിൻ ചെയ്യുന്നവർക്ക് ഏത് 3 monthsൽ വേണമെങ്കിൽ ഫിനിഷ് ചെയ്യാം, അതല്ല 6 monthൽ വേണമെങ്കിൽ കണ്ടിന്യൂ ചെയ്യണമെങ്കിൽ കണ്ടിന്യൂ ചെയ്യാം. ആ രീതിയിലൊരു ക്രാഷ് കോഴ്സാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ കംപ്ലീറ്റ് നമ്മുടെ ക്ലാസ്സിനെ കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസും ഞാൻ പറയും. അതിന് മുന്നേ നമുക്ക് ആദ്യം നമ്മുടെ പോസ്റ്റ് BScയെ കുറിച്ച് ഒന്ന് പരിചയപ്പെടാം. എന്താണ് പോസ്റ്റ് BSc? പോസ്റ്റ് BSc എന്ന് പറഞ്ഞാൽ ജനറൽ നഴ്സിംഗ് ആൻഡ് മിഡ്വൈഫറി പഠിച്ച് കഴിഞ്ഞ ആൾക്കാർക്ക് അത് ഡിപ്ലോമ കോഴ്സാണ്. അപ്പോൾ അതിന് ശേഷം അതൊരു ഡിഗ്രി കോഴ്സാക്കി എടുക്കാൻ അല്ലെങ്കിൽ ഒരു BSc നഴ്സിംഗ് ബേസിക് BSc നഴ്സിംഗ് അല്ലെ ബാച്ചിലർ നഴ്സിംഗ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു 2 വർഷത്തെ ഒരു കോഴ്സാണ് പോസ്റ്റ് ബേസിക് BSc നഴ്സിംഗ്. ഓൾറെഡി നിങ്ങൾ പലരും അതിൽ അഡ്മിഷൻ എടുത്ത് പഠിച്ചു തുടങ്ങിയിട്ടുള്ളവരായിരിക്കും. 2 വർഷം കൊണ്ട് നമ്മൾ BSc നഴ്സിംഗിന് 4 വർഷം പഠിക്കുന്ന സബ്ജക്ട്സ് കംപ്ലീറ്റ് ആയിട്ട് പഠിക്കുക. അതാണ് ഈ ഒരു പോസ്റ്റ് BSc നഴ്സിംഗ്. അതിൽ നിങ്ങൾ GNM പഠിച്ചപ്പോൾ അല്ലെങ്കിൽ ജനറൽ നഴ്സിംഗ് പഠിച്ച സമയത്ത് കംപ്ലീറ്റ് ആയിട്ട് പഠിച്ച ചില സബ്ജക്ട്സ് ഉണ്ട്, അനാട്ടമി, ഫിസിയോളജി പോലെയുള്ളത്. അത് നിങ്ങൾ ഇവിടെ തിരിച്ചു പഠിക്കുന്നില്ല, അതാണ് എൻ്റെ ഒരു പ്രത്യേകത. പക്ഷെ ബാക്കിയുള്ള എല്ലാ സബ്ജക്ട്സും അവിടെ നിങ്ങൾ പഠിച്ച എല്ലാ സബ്ജക്ട്സും ഒപ്പം അവിടെ പഠിക്കാത്ത ചില അഡ്വാൻസ്ഡ് ടോപ്പിക്സുമാണ് നിങ്ങളിവിടെ പോസ്റ്റ് BSc നഴ്സിംഗിൽ പഠിക്കാൻ പോകുന്നത്. സോ അത് നിങ്ങൾക്കറിയാം, സിലബസ് നിങ്ങൾ പരിചയമുണ്ടെങ്കിൽ ഏതൊക്കെ സബ്ജക്ട്സ് ആണ് ഏതൊക്കെ ഇയർ എന്ന് അറിയായിരിക്കും. അറിയത്തില്ലെങ്കിലും വിഷമിക്കേണ്ട, ഞാൻ ഇന്നത്തെ ക്ലാസ്സിൽ അത് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസിലോട്ട് പോകാം. ആദ്യം എങ്ങനെ സപ്പോസ് നിങ്ങൾ ഈ കാണുന്ന ഒരാൾ നിങ്ങളൊരു പോസ്റ്റ് BSc സ്റ്റുഡൻ്റ് ആണ്, ഫസ്റ്റ് ഇയർ പ്രിപ്പയർ ചെയ്യാൻ പോകുന്ന ഒരാൾ അല്ലെങ്കിൽ സ്റ്റഡി സ്റ്റാർട്ട് ചെയ്ത ഒരാളാണെങ്കിൽ എങ്ങനെ നിങ്ങൾക്ക് എഫക്റ്റീവായിട്ട് കംപ്ലീറ്റ് ആയിട്ട് പഠിക്കാം, നല്ല മാർക്കോടെ പഠിക്കാം, അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. പല രീതിയിൽ പോസ്റ്റ് BSc പഠിച്ച് എഴുതി ജയിക്കുന്ന കുട്ടികളുണ്ട്. അത് ശരിയായ രീതികളും ശരിയല്ലാത്ത രീതികളും ഉണ്ട്. കാരണം പല കോളേജസിലും പല ഹെൽപ്പും അങ്ങനെയൊക്കെ ചെയ്തു കൊടുത്തിട്ടൊക്കെ പലയിടത്തും ജയിക്കുന്നവരുണ്ട്. പക്ഷെ അങ്ങനെ ജയിക്കുന്നതിൽ ഒരർത്ഥമില്ല. നമ്മളൊരു കോഴ്സ് പഠിച്ച് നമ്മളൊരു ഡിഗ്രി എടുക്കുമ്പോൾ നമ്മളത് പഠിച്ച് തന്നെ പാസ്സാകണം. ഓക്കെ, പഠിച്ച അറിവ് നേടി നമ്മൾ അത് എഴുതി തന്നെ പാസ്സാകുക. അത് കുറഞ്ഞ മാർക്കായിക്കോട്ടെ, നല്ല മാർക്ക് ഡിസ്റ്റിങ്ഷൻ ലെവലിൽ തന്നെ വേണമെന്നില്ല. ഫസ്റ്റ് ക്ലാസ് ആയിക്കോട്ടെ, സെക്കൻഡ് ക്ലാസ് ആയിക്കോട്ടെ, ഡിസ്റ്റിങ്ഷൻ ആയിട്ടോ അല്ലെങ്കിൽ ഔട്ട്സ്റ്റാൻഡിങ് പെർഫോമൻസ് എന്ത് തന്നെ ആയിക്കോട്ടെ, അത് നമ്മൾ പഠിച്ച് നേടിയെടുക്കണം. അപ്പോഴാണ് നമുക്ക് ആ ഒരു സർട്ടിഫിക്കറ്റ് കാണുമ്പോൾ ഒരു അഭിമാനം തോന്നുന്നത്. നമ്മൾ പഠിച്ച് ഞാൻ നേടിയെടുത്തതാണ് അല്ലേ, അതിലൊരു അഭിമാനം തോന്നും. സോ അങ്ങനത്തെ ഒരു ഇൻട്രസ്റ്റ് ഉള്ള, നമുക്ക് എന്നും പഠിച്ച് നേടിയെടുക്കണമെന്നുള്ള ഇൻട്രസ്റ്റ് ഉള്ള കുട്ടികളാണ് അല്ലെങ്കിൽ അതിലുൾപ്പെടുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ എൻ്റെ ഈ ക്ലാസ് ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് യൂസ്ഫുൾ ആകും. നമുക്ക് മറ്റു ഡീറ്റെയിൽസിലോട്ട് പോകാം. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് വളരെ എഫക്റ്റീവായിട്ട് പഠിക്കുക, പോസ്റ്റ് BSc നഴ്സിംഗ് പഠിക്കേണ്ടത്? അതിന് ഞാൻ 5 സ്റ്റെപ്പുകളായിട്ടാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. എങ്ങനെ നമുക്ക് പഠിക്കാം. ഒന്ന്, അതിപ്പോൾ നമ്മുടെ BSc നഴ്സിംഗ് ആയാലും പോസ്റ്റ് BSc ആയാലും ഏതിനായാലും നിങ്ങൾക്ക് ഈ ഒരു 5 സ്റ്റെപ്പ് നിങ്ങൾക്ക് ഫോളോ ചെയ്യാവുന്നതാണ് ക്ലിയർ ആയിട്ട്. അതിൽ ആദ്യം നമുക്ക് എപ്പോഴും അറിയേണ്ട ചില കുട്ടികളുണ്ട്, പലരും പോസ്റ്റ് BScക്ക് പഠിക്കുന്നവർ ജസ്റ്റ് അഡ്മിഷൻ എടുക്കുന്നു, അതിനുശേഷം എക്സാം വന്ന് എഴുതുന്നു. ഇവരെ കയ്യിൽ ആകെ ഉള്ളത് ഒരു റാങ്ക് ഫയലാണ്. കഴിഞ്ഞ വർഷങ്ങളിൽ ചോദിച്ച ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞ് പബ്ലിഷ് ചെയ്ത് ആരെങ്കിലുമൊക്കെ ഉപയോഗിച്ചതോ അല്ലെങ്കിൽ ആരെങ്കിലും സജസ്റ്റ് ചെയ്തതോ ആയിട്ടുള്ള ഒരു റാങ്ക് ഫയലാണുള്ളത്. പക്ഷെ അതുകൊണ്ട് അത് മാത്രം വെച്ച് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് കംപ്ലീറ്റ് നഴ്സിംഗ് പഠിക്കാൻ പറ്റുമോ? ഒരിക്കലുമില്ല. ഒരിക്കലും നമുക്കത് കംപ്ലീറ്റ് പഠിക്കാൻ പറ്റത്തില്ല. നമ്മൾ ആദ്യം അറിയേണ്ടത് നമ്മൾ പഠിക്കുന്ന കോഴ്സിൻ്റെ സിലബസാണ്. ആ സിലബസ് ക്ലിയർ ആയിട്ട് അറിയണം. എത്ര സബ്ജക്ട്സ് നമുക്ക് പഠിക്കാനുണ്ട്, ഏതൊക്കെ സബ്ജക്ട്സ് ആണത്, അതിൽ എത്ര
മാർക്കിനാണ് എക്സാം വരുന്നത്, ഏത് രീതിയിലാണ് എക്സാം ചോദിക്കുന്നത്, 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണോ, 10 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണോ, 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണോ, ഇനി MCQs ഉണ്ടോ ഇല്ലയോ, ഈ വക കാര്യങ്ങളെല്ലാം ഏതൊക്കെ സബ്ജക്ട്സിനാണ് നമുക്ക് പ്രാക്ടിക്കൽ ഉള്ളത്, ആദ്യം ഈ ഡീറ്റെയിൽസ് എല്ലാം അറിയണം. നിങ്ങളിപ്പോൾ അതറിയാവുന്നവരായിരിക്കാം, അല്ലെങ്കിൽ കുറച്ച് ഐഡിയാസ് ഉള്ളവരായിരിക്കാം, ഇല്ലാത്തവരായിരിക്കാം. പക്ഷേ എപ്പോഴും ഒരു കോഴ്സിന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ സിലബസ് ഫെമിലിയറൈസ് ചെയ്യണം. സിലബസ് കംപ്ലീറ്റ്ലി നമ്മൾ അതിനെക്കുറിച്ച് ഒരു ഐഡിയ ഉണ്ടാക്കണം. എന്ത് രീതിയിൽ, ഏത് രീതിയിലുള്ള എക്സാമാണ് നമ്മൾ എഴുതാൻ പോകുന്നത് എന്നുള്ളതും നിങ്ങൾ അറിഞ്ഞിരിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് പഠിക്കുമ്പോൾ ആ രീതിയിൽ ആൻസേഴ്സ് എഴുതാൻ കണക്കിന് പഠിക്കാൻ പറ്റത്തുള്ളൂ. ഓക്കെ, ഓരോ ടോപ്പിക്സ് പഠിക്കുമ്പോഴും ആ രീതിയിൽ നമുക്ക് പഠിക്കാൻ പറ്റത്തുള്ളൂ. രണ്ടാമത്തത്, ഓക്കെ, സിലബസ് നിങ്ങൾ ഫെമിലിയറൈസ്. സിലബസ് ഞാനിവിടെ പറഞ്ഞു തരും, അടുത്ത നെക്സ്റ്റ് സെക്ഷനിൽ ഞാനത് പറയും. അതിന് മുന്നേ രണ്ടാമത്തത്, സിലബസ് നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടി, എക്സാമിൻ്റെ പാറ്റേണും മനസ്സിലാക്കി കഴിഞ്ഞാൽ രണ്ടാമത്തെ നമ്മുടെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് പഠിക്കാൻ വേണ്ട മെറ്റീരിയൽസ് കളക്ട് ചെയ്യുക എന്നുള്ളതാണ്. എന്താണ് ഈ മെറ്റീരിയൽസ് എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത്? ഒന്ന്, ടെക്സ്റ്റ് ബുക്കുകൾ. ടെക്സ്റ്റ് ബുക്കുകൾ നമുക്ക് ഒരിടത്തും, നമുക്ക് GNM ആയാലും BSc ആയാലും പോസ്റ്റ് BSc ആയാലും MSc ആയാലും ഇന്ന ബുക്കേ പഠിക്കാവൂ എന്ന് ഒരിടവുമില്ല. ഏത് ബുക്കും നിങ്ങൾക്ക് പഠിക്കാം, പക്ഷേ കണ്ടന്റ് കറക്റ്റ് ആയിരിക്കണം. പക്ഷേ എപ്പോഴും നമ്മൾ ചൂസ് ചെയ്യുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കി എടുക്കാൻ പറ്റുന്ന, നമ്മളെ കൊണ്ട് കഴിയുന്ന തരത്തിലുള്ള മെറ്റീരിയൽസ് വേണം നമ്മളെപ്പോഴും സെലക്ട് ചെയ്യാൻ വേണ്ടി. ആ ടെക്സ്റ്റ് ബുക്കുകൾ അറേഞ്ച് ചെയ്യുക എന്നുള്ളതാണ്. ടെക്സ്റ്റ് ബുക്കുകൾ ഇപ്പോൾ ഹാർഡ് കോപ്പി തരാം. പണ്ട് നമ്മളൊക്കെ പഠിക്കുന്ന സമയത്ത് എന്തായിരുന്നു, എല്ലാവരും ലൈബ്രറിയിലോ ഒരു ടെക്സ്റ്റ് ബുക്കോ 2 ടെക്സ്റ്റ് ബുക്കോ വെച്ചിട്ടാണ് 10-100 പിള്ളേർ പഠിക്കുന്നത്. പക്ഷേ ഇന്ന് അങ്ങനെയല്ല. ഇന്ന് എല്ലാവരുടെയും ഫോണുകളിലും ലാപ്ടോപ്പുകളിലും ഇതിൻ്റെ എല്ലാം PDF അവൈലബിൾ ആണ്. അപ്പോൾ PDF ഉപയോഗിച്ചിട്ടോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് വളരെ റെയർ ആയിട്ടുള്ള, വളരെ ബുദ്ധിമുട്ട് തോന്നുന്ന ടെക്സ്റ്റ് ബുക്കുകൾ റിയൽ ഹാർഡ് കോപ്പി വാങ്ങിയിട്ടോ കളക്ട് ചെയ്യാം. ഒന്ന്, ടെക്സ്റ്റ് ബുക്ക് കളക്ട് ചെയ്യാം. രണ്ടാമത്തത് എന്താണ്, ഒരു റാങ്ക് ഫെയിൽ അല്ല, പകരം നമ്മൾ ഏത് യൂണിവേഴ്സിറ്റിയിലാണോ പഠിക്കുന്നത് ആ യൂണിവേഴ്സിറ്റിയിലെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് കളക്ട് ചെയ്യുക. ഇറ്റ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ബിക്കോസ് നമ്മൾ ഏത് യൂണിവേഴ്സിറ്റി ആയാലും, കേരള യൂണിവേഴ്സിറ്റി ആയിക്കോട്ടെ, YSR യൂണിവേഴ്സിറ്റി ആയിക്കോട്ടെ, രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റി ആയാലും, ഇന്ത്യയിലുള്ള കാര്യങ്ങൾ എനിക്കറിയാവും, ഇന്ത്യയിലുള്ള ഏത് യൂണിവേഴ്സിറ്റി നിങ്ങൾ അനലൈസ് ചെയ്ത് കഴിഞ്ഞാലും സോ മെനി ക്വസ്റ്റ്യൻസ് ദേ വിൽ ആസ്ക് റിപ്പീറ്റഡ്ലി. അതിൻ്റെ അർത്ഥം ഈ പ്രാവശ്യം 10 മാർക്കിന് ചോദിച്ച ക്വസ്റ്റ്യൻ അടുത്ത പ്രാവശ്യം 10 മാർക്കിന് ചോദിക്കും എന്നല്ല. പകരം ആ ഒരു പ്രീവിയസ് ഇയേഴ്സിൽ ചോദിച്ച ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലെ ആ ടോപ്പിക്സ് നിങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുക്കുക. ആ ടോപ്പിക്സ് നിങ്ങളുടെ സിലബസിൽ എത്രമാത്രം പഠിക്കാനുണ്ടോ, ഈവൻ അതിന് 2 മാർക്കിന് ചോദിച്ചതായിക്കോട്ടെ, അല്ലെങ്കിൽ 5 മാർക്കിന് ചോദിച്ചതായിക്കോട്ടെ, ചിലപ്പോൾ 10 മാർക്കിന് ചോദിച്ചതായിക്കോട്ടെ, ഏത് തന്നെയായാലും ആ ടോപ്പിക്കിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക. ആ ടോപ്പിക്ക് നിങ്ങൾ ആസ് പെർ യുവർ സിലബസ് ഹൗ മച്ച് ഈസ് ദെയർ ടു സ്റ്റഡി, അതത്രയും നിങ്ങൾ പഠിക്കുക. എത്രയാണോ നിങ്ങൾക്ക് പഠിക്കാനുള്ളത് ആ ടോപ്പിക്കിൽ നിന്ന് അത് അത്രയും കംപ്ലീറ്റ് ചെയ്ത് പഠിക്കുക. സോ ആ ടോപ്പിക്കിന് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു. പിന്നെ ഈ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് എന്ന് പറഞ്ഞ് ഹൈലൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഇനിയുള്ള എക്സാമിനും ഈ ക്വസ്റ്റ്യൻസ് ആണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. അതുകൊണ്ട് ഇതിൽ നിന്ന് വീണ്ടും ഈ ടോപ്പിക്കിൽ നിന്ന് പലതരത്തിലുള്ള ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ചെയ്ത് വരും. അത് മനസ്സിലാക്കി നമ്മളവിടെ ടെക്സ്റ്റ് ബുക്ക് കളക്ട് ചെയ്തു. അതിനുശേഷം എന്ത് ചെയ്തു, ആദ്യം ടെക്സ്റ്റ് ബുക്കിന് മുന്നേ വേണ്ട ഒരു സാധനമുണ്ട്, അതാണ് നമ്മുടെ സിലബസ്. നമ്മുടെ ഫോണുകളിലല്ല സിലബസ് വേണ്ടത്, നിങ്ങളൊരു പ്രിൻ്റ് ഔട്ട് എടുക്കണം. സെറോക്സ് സിലബസ് പ്രിൻ്റ് ഔട്ട് എടുത്ത് നമ്മുടെ കയ്യിൽ സൂക്ഷിക്കണം. എന്തിനാണെന്നുള്ളത് ഞാൻ അടുത്ത് നമ്മുടെ ബാക്കി ഡീറ്റെയിൽസ് പറയുമ്പോൾ ഞാൻ പറയും. ആദ്യം സിലബസ്, പിന്നെ നിങ്ങളുടെ കയ്യിൽ PDF ആയിട്ടോ അല്ലെങ്കിൽ ഹാർഡ് കോപ്പി ആയിട്ടോ ടെക്സ്റ്റ് ബുക്കുകൾ. അത് കഴിഞ്ഞാൽ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്, അതായത് ഇതുവരെ നടന്ന എക്സാംസ്, അതായത് ഒരു 10-15 വർഷത്തോളമുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നമ്മുടെ യൂണിവേഴ്സിറ്റിയുടെ സൈറ്റുകൾ, എല്ലാ യൂണിവേഴ്സിറ്റിയുടെ സൈറ്റുകളിലും അവൈലബിൾ ആണ്. അത് നിങ്ങൾ കളക്ട് ചെയ്യുക. ഓരോ സമയവും യൂണിവേഴ്സിറ്റിയുടെ സൈറ്റിൽ കയറി എടുക്കാനല്ല, അത് കളക്ട് ചെയ്ത് വയ്ക്കുക. അത് എന്തിനാണെന്ന് വെച്ചാൽ ഒന്ന് നമ്മുടെ ഈസിനെസ്സിന്, ഒന്ന് നമ്മുടെ മനസ്സിനെ തന്നെ തയ്യാറെടുപ്പിക്കുക, നമ്മൾ പഠിക്കാൻ തുടങ്ങുന്നു എന്നുള്ളത്. അതിനാണ് ഈ ഒരു മെറ്റീരിയൽ കളക്ഷൻ. അതിനുശേഷം അടുത്ത് ചെയ്യേണ്ടത് മേക്ക് എ ടൈം ടേബിൾ. എനിക്കറിയാം പോസ്റ്റ് BSc പഠിക്കുന്ന കുട്ടികളെന്ന് പറയുന്ന GNM കഴിഞ്ഞ് ജനറൽ നഴ്സിംഗ് കഴിഞ്ഞിട്ട് പല സ്ഥലങ്ങളിൽ ജോലി ചെയ്യുന്നവരാണ്. അത് പുറം രാജ്യങ്ങളിലായിരിക്കാം, നമ്മുടെ രാജ്യത്തായിരിക്കാം, അല്ലെങ്കിൽ ചെറിയൊരു പ്രൈവറ്റ് ഹോസ്പിറ്റലായിരിക്കാം, എന്ത് തന്നെയായാലും പലയിടത്തും ജോലിക്ക് പോകുന്നവരായിരിക്കും, അല്ലെങ്കിൽ വീട്ടിൽ മക്കളെയൊക്കെ നോക്കിയിട്ട് ഇരിക്കുന്ന അമ്മമാരായിരിക്കാം, പല സ്റ്റേജസിൽ പല സിറ്റുവേഷൻസിലുള്ള ആൾക്കാരായിരിക്കും ഡെഫിനറ്റ്ലി ഈ ഒരു പോസ്റ്റ് BSc പഠിക്കുന്നത്. സോ ദേ ആർ ബിസി, ഐ നോ ദാറ്റ്.
ഓക്കെ, അവർക്ക് ഒട്ടും തന്നെ പഠിക്കാൻ സമയം കണ്ടെത്താൻ പറ്റാത്തതാണ്. പക്ഷേ നമ്മളൊരു കോഴ്സിന് ചേരുമ്പോൾ നമ്മൾ അതിനു വേണ്ടി കൊടുക്കാൻ കുറച്ച് സമയം, ഒരു ദിവസം ഫുള്ള് കൊടുക്കണ്ട, കുറച്ച് സമയം, ഒരു 2 മണിക്കൂർ അല്ലെങ്കിൽ 2.5 മണിക്കൂർ അത്രേ വേണ്ടി, ഒരു 2-2.5 മണിക്കൂർ നിങ്ങൾ ഇതിനു വേണ്ടി മാറ്റിവെക്കണം. ആ ഒരു സ്പെസിഫിക് ടൈം നമ്മൾ തലേ ദിവസം പിറ്റേ ദിവസത്തേക്ക് എന്ത് പ്രിപ്പയർ ചെയ്യണം, കിച്ചണിൽ എന്ത് പ്രിപ്പയർ ചെയ്യണമെന്ന് ചിന്തിക്കുന്നത് പോലെ അടുത്ത ദിവസത്തെ ഡ്യൂട്ടി അനുസരിച്ച് നാളത്തെ ദിവസം ഏത് സമയത്ത് എനിക്ക് 2 മണിക്കൂർ പഠിക്കാൻ പറ്റും എന്നുള്ളതും ഒരു ദിവസം മുന്നേ പ്ലാൻ ചെയ്ത് ഫിക്സ് ചെയ്തിരിക്കണം. സോ മേക്ക് എ ടൈം ടേബിൾ. നിങ്ങൾക്ക് 9 സബ്ജക്ട്സ് പഠിക്കാനുണ്ട്. ഈ 9 സബ്ജക്ട്സിൽ ഏത് സബ്ജക്റ്റ് നാളെ പഠിക്കണം, സിലബസിൽ നിന്ന് മാർക്ക് ചെയ്ത് വെക്കുക. നാളെ ഞാൻ പഠിക്കാൻ പോകുന്ന ടോപ്പിക് ഇതാണ് എന്നുള്ള രീതിയിൽ ഒരു മാർക്കിംഗ്, ഒരു സ്പെസിഫൈ ചെയ്ത് തലേ ദിവസം തന്നെ പ്ലാൻ ചെയ്ത് വെക്കുക. സോ മേക്ക് എ ടൈം ടേബിൾ. അതാ ഞാനോട് ഉദ്ദേശിക്കുന്നത്, നിങ്ങൾ കോളം വരച്ച്, കുട്ടികൾക്ക് ഫസ്റ്റ് പീരീഡ് സെക്കൻഡ് പീരീഡ് പോലുള്ള കോളം വരച്ചുണ്ടാക്കണമെന്നല്ല, ഒരു ടൈം ഫിക്സ് ചെയ്യുക. എല്ലാ ദിവസവും ആ സമയം നടന്നില്ല എങ്കിലും രാവിലെയോ ഉച്ചയ്ക്കോ വൈകിട്ടോ ആസ് പെർ യുവർ ലൈഫ് ഷെഡ്യൂൾ യു മേക്ക് എ ടൈം ടേബിൾ. ദെൻ ഇത്രയുമാണ് ഏതൊരു കോഴ്സിൻ്റെ ഏതൊരു സ്റ്റുഡൻറ്റും ആദ്യം ചെയ്യേണ്ട കാര്യങ്ങൾ. അത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് നമ്മുടെ ക്രാഷ് കോഴ്സ് ജോയിൻ. ഇത്രയും നിങ്ങൾ ഫെമിലിയറായി തയ്യാറെടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് നമ്മുടെ ക്രാഷ് കോഴ്സിൽ ജോയിൻ ചെയ്യാം. ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളെയും തൊട്ട് മുന്നേ പറഞ്ഞ 3 കാര്യങ്ങളും ഞാൻ ഇവിടെ നമ്മുടെ ക്രാഷ് കോഴ്സിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ടൈം എനിക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റത്തില്ല, നിങ്ങൾ തന്നെ കണ്ടെത്തണം. ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ഞാൻ ഈ ക്രാഷ് കോഴ്സിലൂടെ നിങ്ങൾക്ക് തരുന്നതായിരിക്കും. ഈ ക്രാഷ് കോഴ്സിലൂടെ നിങ്ങൾക്ക് നന്നായിട്ട് പഠിക്കാനും പറ്റും. ഓക്കെ, അപ്പം നമുക്കിതിൻ്റെ ആദ്യത്തെ ഓരോ സ്റ്റെപ്പുകൾ, അപ്പം എൻ്റെ ഒരു മനസ്സിലൊരിതാണ്, നിങ്ങൾ എല്ലാവരും മനസ്സുകൊണ്ട് റെഡിയായി കഴിഞ്ഞു. പോസ്റ്റ് BSc നന്നായിട്ട് പഠിച്ച് തന്നെ എക്സാം എഴുതി നല്ല മാർക്കോടെ പാസ്സാകണം എന്നൊരു ഉറപ്പ് നിങ്ങളുടെ മനസ്സിൽ, ഒരു പ്രതിജ്ഞ നിങ്ങളുടെ മനസ്സിലെടുത്തു എന്ന് ഞാൻ വിചാരിക്കുന്നു. എന്നാൽ അങ്ങനെ തയ്യാറാണെങ്കിൽ ഞാനിവിടെ നിങ്ങൾക്ക് സിലബസ് ഞാനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു പോസ്റ്റ് BScയുടെ ഫസ്റ്റ് ഇയർ എക്സാമിൽ പഠിച്ച് എഴുതാൻ പോകുന്നത്. ക്ലിയർ ആയിട്ട് ഞാനത് ആദ്യം പറയാം, അത് കഴിഞ്ഞിട്ട് ക്രാഷ് കോഴ്സിൻ്റെ ഡീറ്റെയിൽസിനെ കുറിച്ച് പറയാം. ഓക്കെ, റെഡിയാണല്ലോ? ഇതാണ് നമ്മുടെ രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റിയുടെ, അതായത് ഓൾ ഇന്ത്യ എല്ലാ യൂണിവേഴ്സിറ്റികളിലും ഫോളോ ചെയ്യുന്ന സെയിം സിലബസ് തന്നെയാണ് ഇത്. ഞാനിവിടെ രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റിയുടെ സിലബസ് ആണ് എടുത്തിരിക്കുന്നത്. കാരണം മോസ്റ്റ് ഓഫ് ദ സ്റ്റുഡൻസും പോസ്റ്റ് BSc ചെയ്യുന്നത് നമ്മുടെ ഡിസ്റ്റൻ്റ് ആയിട്ടൊക്കെ പഠിക്കുന്നവരെല്ലാവരും ചെയ്യുന്ന രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റിയിലാണ്. അതുകൊണ്ടാണ് ഞാൻ ഇതിൻ്റെ ഒരു സിലബസ് എടുത്തത്. നിങ്ങൾക്കിവിടെ കംപ്ലീറ്റ് ഡീറ്റെയിൽസും അറിയാം. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്, ഏതൊരു എക്സാമിനും രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റിയിൽ പാസ്സാകണമെങ്കിൽ, രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റിയിലെ ഓൾ ഇന്ത്യ ഏത് യൂണിവേഴ്സിറ്റിയിലും പാസ്സാകണമെങ്കിൽ അതിൽ നിങ്ങൾ തിയറിക്കായാലും പ്രാക്ടിക്കലായാലും 50% മാർക്കാണ് മിനിമം. 50% മാർക്ക് നിങ്ങൾ നേടിയെടുത്തിരിക്കണം, തിയറി ആയാലും പ്രാക്ടിക്കലായാലും. എന്നാൽ മാത്രമേ പാസ്സാകത്തുള്ളൂ. 50 മുതൽ 65% വരെയാണെങ്കിൽ നിങ്ങളത് സെക്കൻഡ് ക്ലാസ്സിൽ എന്നാണ് പറയുന്നത്, സെക്കൻഡ് ക്ലാസ് മാർക്ക് എന്നാണ് പറയുന്നത്. 65% മുതൽ 75% വരെ വരുന്ന മാർക്കിന് നിങ്ങൾക്ക് ഫസ്റ്റ് ക്ലാസ് എന്നാണ് പറയുന്നത്. 74.99 കേട്ടോ, ഫസ്റ്റ് ക്ലാസ് എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് 75 മോർ ദാൻ 75 പറയുന്നത് ഡിസ്റ്റിങ്ഷൻ എന്നുള്ള മാർക്കാണ് ഇപ്പോഴും പറയുന്നത്. ഇതാണ് നമ്മുടെ മാർക്കിംഗ് ക്രൈറ്റീരിയ. എൻ്റെ കുട്ടികളെ, എൻ്റെ സ്റ്റുഡൻസ് എപ്പോഴും ഞാൻ പറയുന്ന ഈ ഒരു മൂന്നാമത്തെ ഈ ഒരു ലെവൽ, മോർ ദാൻ 75% എന്നുള്ള ലെവലിൽ എത്തണമെന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. അതിന് കണക്കാക്കിയിട്ടുള്ളതാണ്, ആ ഒരു ലെവലിലാണ് ഞാൻ ക്ലാസ്സുകളെല്ലാം ഡീറ്റെയിൽ ആയിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാറ്. സോ നിങ്ങൾ ഓരോരുത്തരും ഇതിനു വേണ്ടി പ്രയത്നിക്കണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ, അടുത്ത് നമുക്ക് സബ്ജക്ട്സ് പരിചയപ്പെടാം. നിങ്ങൾക്ക് പലർക്കും അറിയായിരിക്കും എന്തൊക്കെ സബ്ജക്ട്സ് ആണ് ഉള്ളതെന്നുള്ളത്, എന്നാലും ഒന്നിവിടെ നോക്കുക. ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഇയറിൻ്റെ സബ്ജക്ട്സ്. 9 പേപ്പറാണുള്ളത്. ഇതിൽ ഞാൻ ക്ലാസ്സുകൾ എടുക്കുന്നത് ഓൺലി നഴ്സിംഗ് സബ്ജക്ട്സ് ആണ്. ഈ 9 പേപ്പറിൽ 2 സബ്ജക്റ്റ് നഴ്സിംഗ് സബ്ജക്റ്റ് അല്ല, അതൊഴികെ ബാക്കിയുള്ള ക്ലാസ്സുകളാണ് നമ്മുടെ ക്രാഷ് കോഴ്സിലൂടെ ഞാൻ എടുക്കുന്നത്. ഏതൊക്കെ സബ്ജക്ട്സ് ആണെന്ന് നോക്കാം. ഫസ്റ്റ് സബ്ജക്റ്റ് നഴ്സിംഗ് ഫൗണ്ടേഷൻ, എല്ലാവർക്കും അറിയാം, ഫണ്ടമെന്റൽസ് ഓഫ് നഴ്സിംഗ്. ജനറൽ നഴ്സിംഗ് പഠിക്കുന്ന സമയത്ത് നിങ്ങൾ ഇതിൻ്റെ എല്ലാ പ്രൊസീജിയേഴ്സും പഠിച്ചിട്ടുണ്ട്. അതിൽ പഠിക്കാത്ത അല്ലെങ്കിൽ പഠിച്ചപ്പോൾ വളരെ മിനിമലായിട്ട് പഠിച്ച കുറച്ച് പോർഷൻസ്, കുറച്ച് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കുറച്ച് പോർഷൻസ് ആണ് നമ്മളിവിടെ ഈ ഫസ്റ്റ് ഇയറിൽ നഴ്സിംഗ് ഫൗണ്ടേഷൻ പഠിക്കുന്നത്. ഓൾറെഡി ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം ഉണ്ട് നിങ്ങൾക്ക്. ഇതിന് നഴ്സിംഗ് ഫൗണ്ടേഷന് കുറച്ച് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള പോയിന്റ്സ്, എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത്.
രണ്ടാമത് ന്യൂട്രീഷൻ ആൻഡ് ഡയറ്ററ്റിക്സ്. ന്യൂട്രീഷനിൽ അതും എന്താണ് ഓൾറെഡി നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകും, പക്ഷെ അതിൻ്റെ കുറച്ച് അഡ്വാൻസ്ഡ് ആയിട്ട് ഒരുപാടുണ്ട്. സിലബസിലൂടെ നിങ്ങൾക്ക് അതിൻ്റെ ഓരോ ചാപ്റ്റേഴ്സിൽ എന്താ പഠിക്കുന്നത് എന്നുള്ളത് പറഞ്ഞു തരും. പക്ഷെ ആപ്ലിക്കേഷൻ ലെവലായിട്ട് ന്യൂട്രീഷൻ എത്രത്തോളം നമ്മൾ നഴ്സസ് അറിഞ്ഞിരിക്കണം അതെല്ലാമാണ് നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത്. ഈ 2 സബ്ജക്ട്സിൻ്റെ പ്രത്യേകത, ഈ 2 സബ്ജക്ട്സും നിങ്ങൾ 35 മാർക്കിനാണ് എക്സാം എഴുതുന്നത്. ക്ലിയർ ആയോ? നഴ്സിംഗ് ഫൗണ്ടേഷൻ വളരെ കുറച്ച് ടോപ്പിക്സേ ഉള്ളൂ പഠിക്കാൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് നമ്മുടെ ന്യൂട്രീഷനും ന്യൂട്രീഷൻ കുറച്ച് ടോപ്പിക്സ് അല്ല, കുറച്ചധികം ടോപ്പിക്സ് ഉണ്ട്. പക്ഷെ എക്സാം കണ്ടക്ട് ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് 35 മാർക്കിനാണ് എക്സാം. ക്ലിയർ ആകുന്നുണ്ടോ? അതായത് ഓരോ എക്സാമിന് 2 മണിക്കൂർ മാത്രമാണ് നിങ്ങൾക്ക് ഉള്ളത്. എന്നാൽ അടുത്ത 3ാമത്തെ സബ്ജക്ട്സ് ബയോ കെമിസ്ട്രി. വളരെ ഡീറ്റെയിൽ ആയിട്ട് ഒരുപാട് കണ്ടൻസ് പഠിക്കാനുള്ളതും ഇച്ചിരി പഠിച്ച് മനസ്സിലാക്കിയെടുക്കാൻ ബുദ്ധിമുട്ടുള്ളതുമായിട്ടുള്ള ടോപ്പിക്കാണ് ബയോ കെമിസ്ട്രി. പക്ഷേ നിങ്ങൾ വിഷമിക്കേണ്ട കാര്യമല്ല. ഐ വിൽ എക്സ്പ്ലെയിൻ യു എവറിത്തിങ് വെരി സിംപ്ലി. അതായത് മലയാളം അറിയാവുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ആ വ്യക്തിക്ക് മനസ്സിലാക്കി അപ്പോൾ തന്നെ പഠിക്കാൻ പറ്റുന്ന രീതിക്ക് ഞാൻ ക്ലിയർ ആയിട്ട് ഞാനത് എക്സ്പ്ലെയിൻ ചെയ്ത് തരും. പഠിക്കാൻ തയ്യാറാണെങ്കിൽ, സമയമെടുത്ത് പഠിക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ ബയോ കെമിസ്ട്രി ടെൻഷൻ ആകുക വേണ്ട. ബാക്കിയുള്ള സബ്ജക്ട്സ് നമ്മൾ പഠിക്കാൻ ഇച്ചിരി ഒന്ന് പ്രയത്നിച്ചാൽ മതി. പക്ഷേ ബയോ കെമിസ്ട്രി അങ്ങനെയല്ല, ഇച്ചിരി സമയമെടുത്ത് പഠിക്കേണ്ടിയിരിക്കുന്നു. ഓക്കെ, അത് ഞാൻ ക്ലിയർ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു തരും. നമ്മുടെ ബയോ കെമിസ്ട്രി എന്ന് പറയുമ്പോൾ അത് മാത്രമായിട്ടല്ല ഒരു പേപ്പർ വരുന്നത്. 75 മാർക്സിൻ്റെ പകുതി മാർക്കും പോകുന്നത് ബയോ കെമിസ്ട്രിക്കും, പകുതി മാർക്ക് ബയോ ഫിസിക്സിനുമാണ്. സോ ഇറ്റ് ഈസ് നോട്ട് എ നഴ്സിംഗ് സബ്ജക്റ്റ്. ഇത് നഴ്സിംഗ് സബ്ജക്ട്സ് അല്ല. അതായത് നമ്മുടെ നഴ്സിംഗ് ഫീൽഡിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഇൻസ്ട്രുമെൻറ്റ്സ്, അതിൻ്റെ ഫിസിക്സ്, അതിൻ്റെ ബിഹേവിയറിലുള്ള പ്രിൻസിപ്പിൾസ്, ചില നിയമങ്ങൾ, ലോസ്, MRI, അതിൻ്റെ കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. സോ അവിടെ ഞാൻ ഈ ക്ലാസ് ബയോ ഫിസിക്സ് ഞാൻ ക്ലാസ് എടുക്കുന്നതല്ല. ക്ലാസ് ഞാൻ നഴ്സിംഗ് സബ്ജക്ട്സ് മാത്രമേ എടുക്കത്തുള്ളൂ. സോ നിങ്ങളത് സ്വയം പഠിക്കേണ്ടി വരും. പിന്നെ എനിക്ക് ചെയ്യാൻ പറ്റുന്നത്, എനിക്ക് ചെയ്യാൻ ഉറപ്പ്, ഞാൻ 100% ഉറപ്പ് പറയുന്നില്ല, പക്ഷേ എന്നാലും എനിക്ക് പറയാൻ ഉള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മുടെ നഴ്സിംഗ് സബ്ജക്ട്സ് ഒക്കെ ഒരുവിധം കവർ ചെയ്തതിന് ശേഷം വേണമെങ്കിൽ ഞാനത് കുറച്ച് പോർഷൻസ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ്, റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ച ക്വസ്റ്റ്യൻസ്, ചോദിക്കാൻ ചാൻസ് ഉള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് പറഞ്ഞു തരാം. അത് ഞാൻ ഇപ്പോഴും പറയുന്നില്ല, ഞാനത് ലാസ്റ്റ് നമ്മുടെ നഴ്സിംഗ് സബ്ജക്ട്സ് എല്ലാം ഒരുവിധം കവർ ആയതിന് ശേഷം പറഞ്ഞുതരാം. അത് മാത്രമേ എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ. ബിക്കോസ് ഇറ്റ് ഈസ് നോട്ട് ഇൻക്ലൂഡഡ് ഇൻ ദ നഴ്സിംഗ് സബ്ജക്ട്. ബയോ കെമിസ്ട്രി, ഫണ്ടമെൻ്റൽ, ന്യൂട്രീഷൻ, ഡയറ്റിക്സ് ക്ലിയർ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നു. ഇത് ബയോ കെമിസ്ട്രി ന്യൂട്രീഷനും കൂടെ 75 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. 3 മണിക്കൂറാണ് നിങ്ങളുടെ എക്സാം. 4th സബ്ജക്ട് സൈക്കോളജി. ഇറ്റ്സ് എ വാസ്റ്റ് സിലബസ്. അതായത് നമുക്ക് സൈക്കോളജിയുടെ ഈച്ച് ആൻഡ് എവറിത്തിങ്, BSc നഴ്സിംഗ് പഠിക്കുന്ന ഒരു സ്റ്റുഡൻറ്റ് എന്തൊക്കെ പഠിക്കുന്നുണ്ടോ അത് കംപ്ലീറ്റ്ലി നിങ്ങൾക്ക് സൈക്കോളജി ഇവിടെ പഠിക്കാനുണ്ട്. സെയിം ലൈക്ക് ദാറ്റ് 75 മാർക്ക് 3 hours എക്സാം. മൈക്രോബയോളജി സെയിം ഡീറ്റെയിൽ സിലബസ്, കംപ്ലീറ്റ് തിങ്സ് വി ഹാവ് ടു സ്റ്റഡി. മൈക്രോബയോളജി, ഓൾ മൈക്രോ ഓർഗാനിസംസ്, അതിൻ്റെ റെസിസ്റ്റൻസ്, ബയോകെമിക്കൽ റിയാക്ഷൻസ്, മോർഫോളജി, പ്രൊഫിലാക്സിസ്, പാത്തോജനിക് ഇൻഫെക്ഷൻസ്, എവറിത്തിങ് വി ഹാവ് ടു സ്റ്റഡി. ബേസിക്കിൽ നിന്നും തുടങ്ങി, ഹിസ്റ്ററിയിൽ നിന്നും തുടങ്ങി, ഈവൻ ഇന്ന് കണ്ടുപിടിച്ചിട്ടുള്ള എല്ലാ പാത്തോളജിക്കൽ ഡിസീസസ് നമ്മൾ അവിടെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ടിയിരിക്കുന്നു. ഇത് മൈക്രോബയോളജി. അതും 75 മാർക്സിന് 3 മണിക്കൂറത്തെ എക്സാമാണ്. ബാക്കി മെറ്റേണൽ ഹെൽത്ത് നഴ്സിംഗ്, ദാറ്റ് ഈസ് OBG, നിങ്ങൾക്കറിയാം. അതും കുറച്ച് ടോപ്പിക്സ് പഠിക്കാനുണ്ട്. ഒരു 75 മാർക്സിൻ്റെ എക്സാമാണ്. ഞാൻ സിലബസ് പറയുമ്പോൾ ഓരോ ചാപ്റ്റേഴ്സും പറയാം. പിന്നെ പീഡിയാട്രിക് നഴ്സിംഗ്, ദാറ്റ് ഈസ് ചൈൽഡ് ഹെൽത്ത് നഴ്സിംഗ്, സെയിം 75 മാർക്സിൻ്റെ എക്സാം, 3 മണിക്കൂറിൻ്റെ എക്സാം. മെഡിക്കൽ സർജിക്കൽ നഴ്സിംഗ് എന്താണ് അതിൻ്റെ മീനിങ് എന്ന് നിങ്ങളിപ്പോൾ പറഞ്ഞു തരേണ്ട കാര്യമില്ല തോന്നുന്നു, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും. മെഡിക്കൽ സർജിക്കൽ നഴ്സിംഗ്, അഡൽട്ട് ഹെൽത്ത് നഴ്സിംഗ് എന്ന് പറയും. അതായത് നമ്മുടെ പ്രായമായ ആൾക്കാർക്ക്, പ്രായമായ എന്ന് പറഞ്ഞാൽ ജീരിയാട്രിക് അല്ല, ഒരു അഡൽട്ട് പീരീഡിലുള്ള ഓരോ മനുഷ്യനും ഉണ്ടാകുന്ന അസുഖങ്ങൾ, അതിൻ്റെ ഇറ്റിയോളജിക്കൽ ഫാക്ടേഴ്സ്, അതിൻ്റെ പാത്തോഫിസിയോളജി, അതിൻ്റെ കോസസ്, ക്ലിനിക്കൽ മാനിഫെസ്റ്റേഷൻ, ഡയഗ്നോസ്റ്റിക് ഇവാലുവേഷൻ, മാനേജ്മെൻറ്റിനകത്ത് എന്താണ് മെഡിക്കൽ മാനേജ്മെൻറ്റ്, ഫാർമക്കോളജിക്കൽ മാനേജ്മെൻറ്റ്, സർജിക്കൽ മാനേജ്മെൻറ്റ്, നഴ്സിംഗ് ഡയഗ്നോസിസ്, കെയർ പ്ലാൻ, ഇതുൾപ്പെടെ നമ്മൾ പഠിക്കേണ്ടിയിരിക്കുന്നു. ഇനി ഇതേപോലെ തന്നെയാണ് ചൈൽഡ് ഹെൽത്ത് നഴ്സിംഗ്. കുട്ടികൾക്ക്, ഒരു 15 വയസ്സിന് താഴെ വരെയുള്ള കുട്ടികൾക്ക് വരുന്ന അസുഖങ്ങളും, ആ ഒരു ഇൻഫാൻസി പീരീഡ് മുതൽ 15 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് ഉണ്ടാകുന്ന ഡിസീസസും, പ്രധാനമായിട്ടുള്ള ഡിസീസസും, അതിനും ഇതുപോലെ ആ ഡിസീസ് എന്താണ്, എങ്ങനെ ഉണ്ടാകുന്നു, എന്തൊക്കെയാണ് കോസസ്,
അതിൻ്റെ പാത്തോഫിസിയോളജി, അതിൻ്റെ ക്ലിനിക്കൽ മാനിഫെസ്റ്റേഷൻസ്, അതിൻ്റെ ഡയഗ്നോസ്റ്റിക് ഇവാലുവേഷൻസ്, അതിൻ്റെ മാനേജ്മെൻറ്റ്, അതിലും എല്ലാ തരത്തിലുള്ള മാനേജ്മെൻറ്റ്, ഫാർമക്കോളജിക്കൽ മാനേജ്മെൻറ്റ്, മെഡിക്കൽ മാനേജ്മെൻറ്റ്, സർജിക്കൽ മാനേജ്മെൻറ്റ്, നഴ്സിംഗ് മാനേജ്മെൻറ്റ് എല്ലാം ഉൾപ്പെടെ നമ്മളിവിടെ പഠിക്കണം. ഇത്രയും സബ്ജക്ട്സ് 75 മാർക്സിന് 3 മണിക്കൂറിൻ്റെ എക്സാമുമാണുള്ളത്. ഇതാണ് ചുരുക്കി പറഞ്ഞാൽ. പിന്നെ 9ാമതൊരു പേപ്പറുണ്ട് ഇംഗ്ലീഷ്. സോ ദേ ആർ നോട്ട് ഗോയിങ് ടു കണ്ടക്ട് യൂണിവേഴ്സിറ്റി എക്സാം ഫോർ ഇംഗ്ലീഷ്. യൂഷ്വലി അവർ ഇൻറ്റേർണൽ എക്സാം ആയിട്ട് മാത്രം കോളേജിൽ ഒരു ചെറിയ എക്സാം ആയിട്ടാണ് നടത്താറുള്ളത്. ചില കോളേജസിൽ അവർ എക്സാം നടത്താറില്ല. കുട്ടികളുടെ പെർഫോമൻസ് യൂഷ്വലി അവർക്ക് അറിയാം, അവർ കുട്ടികളായിട്ട് മിങ്കിൾ ചെയ്യുന്നവരാണ്, അതനുസരിച്ച് അവരൊരു മാർക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മുടെ യൂണിവേഴ്സിറ്റിയിൽ മാർക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ജസ്റ്റ് ക്വാളിഫയിങ് മാത്രം മതി. ഈവൻ ഇഫ് ദേ ആർ കണ്ടക്ടിങ് എക്സാം ഓൾസോ ദേ വിൽ നോട്ട് ആസ്ക് ടു മച്ച് ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻസ്, സിമ്പിൾ ക്വസ്റ്റ്യൻസ് ഓൺലി ദേ വിൽ ആസ്ക്. ഓക്കെ, ഓൺലി അതായത് അവിടെ നമ്മുടെ റീഡിങ് എബിലിറ്റി, റൈറ്റിംഗ് എബിലിറ്റി, നമ്മുടെ IELTS ഒക്കെ പഠിക്കുന്നത് പോലെ റൈറ്റിംഗ്, റീഡിംഗ്, സ്പീക്കിംഗ്, ലിസണിങ് എന്താണ് നമ്മുടെ കഴിവെന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അതിൻ്റെ പ്രോപ്പറായിട്ട് പറയുന്നത്. പക്ഷേ അത് യൂണിവേഴ്സിറ്റി എക്സാം ആയിട്ട് കണ്ടക്ട് ചെയ്യാറില്ല. സോ ബാലൻസ് ഈ 8 പേപ്പറാണ് നമുക്ക് ഒരു വർഷം ഫസ്റ്റ് ഇയറിൽ നമുക്ക് കംപ്ലീറ്റ് ചെയ്യേണ്ടത്. ഓർത്തിരിക്കുക, ഇതിൽ 2 സബ്ജക്റ്റ് 35 മാർക്സിനും ബാക്കിയുള്ളതെല്ലാം 75 മാർക്സിൻ്റെ പേപ്പറുമാണ്. ഇതിൽ നമ്മുടെ ക്രാഷ് കോഴ്സിൽ നമ്മൾ കവർ ചെയ്യാത്തത് 2 സബ്ജക്ട്സ്. ഒന്ന് നമ്മുടെ യൂണിവേഴ്സിറ്റി എക്സാം ഇല്ലാത്ത ഇംഗ്ലീഷ് നമ്മൾ എടുക്കുന്നില്ല. അതുപോലെ ബയോഫിസിക്സ്, നഴ്സിംഗ് സബ്ജക്റ്റ് അല്ല അത് ബയോഫിസിക്സ്, അത് ഞാൻ ക്ലാസ് എടുക്കുന്നില്ല. ബട്ട് ഐ വിൽ ഹെൽപ്പ് യു. എനിക്ക് ബാക്കിയുള്ള സബ്ജക്ട്സ് എല്ലാം അതാണ് എൻ്റെ പ്രോമിസ്. ഞാൻ ബാക്കിയുള്ള സബ്ജക്ട്സ് നിങ്ങൾക്ക് കംപ്ലീറ്റ്ലി മീൻസ് നോട്ട് ബേസ്ഡ് ഓൺ ദ സിലബസ്, ഐ വിൽ ടെൽ യു ദ ഡീറ്റെയിൽസ്. ഓക്കെ, അത് ഞാൻ പൂർണ്ണമായിട്ട് നിങ്ങൾക്ക് നല്ല മാർക്കോടെ പാസ്സാകേണ്ട കാര്യങ്ങളെല്ലാം ഞാൻ പഠിപ്പിച്ചു തരും. അത് കഴിഞ്ഞതിന് ശേഷം ബയോഫിസിക്സിന് എന്നാൽ കഴിയുന്ന ഹെൽപ്പ് ഞാൻ ചെയ്യും. കാരണം 100% ഉറപ്പ് പറയാൻ പറ്റാത്ത കാര്യങ്ങൾ ഞാൻ ഒരിക്കലും സ്റ്റുഡൻസിന് വാഗ്ദാനം ചെയ്യാറില്ല. ബയോഫിസിക്സ് ഐ വിൽ ഹെൽപ്പ് യു. ഓക്കെ, ഹൗ ടു സ്റ്റഡി, വാട്ട് ആൻഡ് ഓൾ യു ഹാവ് ടു സ്റ്റഡി, വിച്ച് ബുക്ക് യു ഹാവ് ടു റെഫർ, എവറിത്തിങ് ഐ വിൽ ടെൽ യു. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഫസ്റ്റ് സെമസ്റ്ററിൻ്റെ സബ്ജക്റ്റ്. ഈ സെക്കൻഡ് സെമസ്റ്ററിന് നമുക്ക് സെക്കൻഡ് സെമസ്റ്റർ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് പറയാം. ഇനി നമുക്ക് അടുത്ത് പോകേണ്ടത് ഇവിടെ മാർക്കിങ്ങിൻ്റെ കാര്യം, മാർക്സിൻ്റെ കാര്യം കൊടുത്തിട്ടുണ്ട്. അറിഞ്ഞുകൂടാത്തവർക്ക് ഈ ഒരു പേജ് നിങ്ങൾക്ക് റെഫർ ചെയ്യാം. അതായത് 2 മണിക്കൂറിൻ്റെ എക്സാമാണ് ഞാൻ പറഞ്ഞ ഈ 2 സബ്ജക്ട്സിന്. ഇൻറ്റേർണൽ അസസ്മെൻറ്റ് എന്ന് പറഞ്ഞ് കോളേജിൽ നിന്ന് യൂണിവേഴ്സിറ്റിക്ക് കൊടുക്കുന്ന മാർക്കാണ്. അവിടെ 15 മാർക്ക് വീതം അവർ 15-ൽ എത്രയാണ് നിങ്ങൾക്ക് എലിജിബിൾ ആയിട്ടുള്ളത് അത് കൊടുക്കും. യൂണിവേഴ്സിറ്റി എക്സാം 35 മാർക്കിനാണ് ഇത് 2 സബ്ജക്ട്സ് നടക്കുന്നത്. ടോട്ടലി ഔട്ട് ഓഫ് 50 ആണ് നിങ്ങൾക്ക് അവിടെ മാർക്ക് വരുന്നത്. ക്ലിയർ? ബയോകെമിസ്ട്രി, ബയോഫിസിക്സും ബാക്കിയെല്ലാം ഇത് മുതൽ ഇതുവരെ നമ്മുടെ മെഡിക്കൽ, സർജിക്കൽ, നഴ്സിംഗ് വരെ എല്ലാ സബ്ജക്ട്സും 3 മണിക്കൂറിൻ്റെ എക്സാമാണ്. അവിടെ ഇൻറ്റേർണൽ അസസ്മെൻറ്റ് എന്ന് പറയുന്നത് 25 മാർക്സ് വീതം ഓരോ സബ്ജക്ട്സിനും കൊടുക്കും. 75 മാർക്സ് ആണ് നിങ്ങളുടെ എക്സാം. ഔട്ട് ഓഫ് 100 ആണ് നിങ്ങളുടെ മാർക്ക് വരുന്നത്. ഇനി ഫസ്റ്റ് ഇയറിൽ നിങ്ങൾക്ക് എത്ര പ്രാക്ടിക്കൽസ് ഉണ്ട്? 3 പ്രാക്ടിക്കൽസ് ഉണ്ട്. ആക്ച്വലി നഴ്സിംഗ് ഫൗണ്ടേഷനാണ് നമ്മൾ BSc നഴ്സിംഗ് പഠിക്കുന്ന സമയത്ത്, GNM പഠിക്കുന്ന സമയത്ത് അവിടെ നമ്മൾ പ്രാക്ടിക്കൽ ചെയ്തിട്ടുണ്ട്. ന്യൂട്രീഷന് പ്രാക്ടിക്കലുണ്ട്. പക്ഷേ ഇവിടെ അതിന് 2നും പ്രാക്ടിക്കൽ ഇല്ല. പോസ്റ്റ് BScയിൽ നമുക്ക് 3 പ്രാക്ടിക്കൽസേ ഉള്ളൂ. ഒന്ന് മെഡിക്കൽ സർജിക്കൽ, മെറ്റേണൽ നഴ്സിംഗ്, അതായത് OBG നഴ്സിംഗ്, ദാറ്റ് ഈസ് നെക്സ്റ്റ് ചൈൽഡ് ഹെൽത്ത് നഴ്സിംഗ്. ഇത് 3നും 50 മാർക്കിനുള്ള പ്രാക്ടിക്കൽ എക്സാം നടത്താറുണ്ട്. ഓക്കെ, 50 മാർക്കിനുള്ള യൂണിവേഴ്സിറ്റി എക്സാംസും നടത്തുന്നു. ഇതാണ് നമ്മുടെ എക്സാമിൻ്റെ സബ്ജക്ട്സ്. ഇനി നമ്മൾ പോകുന്നത് കണ്ടന്റിലോട്ടാണ്, നമ്മുടെ സിലബസിലോട്ടാണ്. അപ്പം ഞാനിവിടെ ഉദ്ദേശിക്കുന്നത് നിങ്ങൾ സിലബസ് മൊത്തമായിട്ട് ഇവിടെ കാണാതെ പഠിക്കാൻ വേണ്ടിയിട്ടല്ല ഞാനിവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഓരോ കുട്ടികളും ഓരോ തരമാണ്. ചിലർ ഓൾറെഡി പഠിച്ച് സീരിയസ് ആയിട്ട് തുടങ്ങിയവരായിരിക്കും. അപ്പം നിങ്ങൾക്ക് സിലബസിനെ കുറിച്ചൊരു ഐഡിയ ഉണ്ടാവും. അതല്ലാതെ ഒരു റാങ്ക് ഫയൽ മാത്രം വെച്ചിട്ട് സിലബസ് എന്താണ്, അതിൽ എന്തൊക്കെയാണ് എനിക്ക് പഠിക്കാനുള്ളത്, അതിൽ ആ സിലബസിനകത്ത് ഏത് പോയിൻ്റാണ് ഞാൻ ഈ പഠിക്കുന്നത്, ഒരു ഐഡിയയും ഇല്ലാതെ പഠിക്കുന്നുണ്ട് ഒന്നും നേടാൻ പോകുന്നില്ല. സോ എൻ്റെ ഒരു സജഷൻ പറയണത്, എൻ്റെ കുട്ടികളെല്ലാവരും ക്ലിയർ ആയിട്ട് സിലബസ് അറിഞ്ഞു പഠിക്കണം. അതുകൊണ്ട് ഞാനിവിടെ ഡീറ്റെയിൽ ആയിട്ട് പറയാൻ പോവുകയാണ്. നഴ്സിംഗ് ഫൗണ്ടേഷൻ കുറച്ച് ടോപ്പിക്സ് ആകെ നിങ്ങൾക്ക് അവിടെ പഠിക്കാൻ വേണ്ടി നഴ്സിംഗ് ഫൗണ്ടേഷൻ 7 യൂണിറ്റ് ആണുള്ളത്. BSc നഴ്സിംഗ് പഠിക്കുന്ന കുട്ടികൾ ഫസ്റ്റും സെക്കൻഡ് സെമ്മായിട്ട് ഒരു ഇയറിൽ 30 യൂണിറ്റ് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ പഠിക്കാനുള്ളത് ഓൾറെഡി നിങ്ങൾ GNMൽ കുറേ പഠിച്ചു. ബാക്കിയുള്ള 7 യൂണിറ്റാണ് ഇവിടെ പഠിക്കാൻ പോകുന്നത്. അതിൽ ഫസ്റ്റ് യൂണിറ്റ് എന്ന് പറയുന്നത് ആക്ച്വലി ഇവിടെ നിങ്ങൾക്ക് പ്രാക്ടിക്കൽ സൈഡിലുള്ള ഒരു പോയിന്റും ഈ ഒരു സിലബസിനകത്തില്ല. ഉള്ളതെല്ലാം ചവ്വർ ടോപ്പിക്കാണ്. ഞാൻ അത്ര തുറന്ന് പറയാം, ചവ്വർ ടോപ്പിക്കാണ്. അതായത് കോഡ് ഓഫ് എത്തിക്സ്, റോൾ ഓഫ് നഴ്സ്, നഴ്സിംഗ് ആസ് എ പ്രൊഫഷൻ, തിയറീസ്, പ്രൊഫഷണൽ ഓർഗനൈസേഷൻസ്, കരിയർ പ്ലാനിങ്, അതായത് കടൽ പോലെ എഴുതി പിടിപ്പിക്കാനുള്ള കുറേ കാര്യങ്ങൾ. അതായത് ഈസി ആയിട്ട് നമുക്ക് എഴുതി പിടിപ്പിക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ല, പോയിന്റ്സ് മനസ്സിലാക്കി പഠിച്ചാൽ മാത്രം എഴുതാൻ പറ്റുന്ന കുറച്ച് കണ്ടന്റാണ് ഈ 7 യൂണിറ്റിൽ വരുന്നത്.
അതായത് ഒരു ചാപ്റ്ററിനകത്ത് തന്നെ 2-3 ടോപ്പിക്കുകൾ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആദ്യത്തെ ഈ ഒരു യൂണിറ്റ് നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും നഴ്സിംഗ് ആസ് എ പ്രൊഫഷൻ ഇറ്റ്സ് എ വെരി ബിഗ് ഏരിയ. അതായത് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുള്ളതാണ്. അവിടെ ഒരു ഗ്രാജുവേറ്റ് നഴ്സിൻ്റെ ഒബ്ജക്റ്റീവ്സ്, റെസ്പോൺസിബിലിറ്റീസ്, ട്രെൻഡ്സ് ഇൻ നഴ്സിംഗ് പ്രാക്ടീസ്, റോൾ ഓഫ് നഴ്സ്, കരിയർ പ്ലാനിങ്, പേഴ്സണൽ ഓർഗനൈസേഷൻ, കോഡ് ഓഫ് എത്തിക്സ്, പ്രൊഫഷണൽ കണ്ടക്ട് ഓഫ് നഴ്സസ്, ഇതെല്ലാം കാര്യങ്ങളാണ് ഫസ്റ്റ് യൂണിറ്റ്. ഒരുപാട് എസ്സേസ് ചോദിക്കാൻ പറ്റുന്ന ടോപ്പിക്സ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. നെക്സ്റ്റ് സെക്കൻഡ് യൂണിറ്റ് എന്ന് പറഞ്ഞാൽ എത്തിക്കൽ ആൻഡ് ലീഗൽ ഇഷ്യൂസ് ഇൻ നഴ്സിംഗ്. GNM പഠിച്ചപ്പോൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ എന്ന് അറിയത്തില്ല. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു 10 മാർക്ക് എസ്സേ ആണ്. ഹെൽത്ത് ആൻഡ് ഇൽനെസ് 10 മാർക്ക് എസ്സേ ആണ്. സ്ട്രെസ് അഡാപ്റ്റേഷൻ ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് 5 മാർക്ക് ക്വസ്റ്റ്യൻ. ഹെൽത്ത് കെയർ കൺസെപ്റ്റ് പ്രീവിയസ്ലി ഉള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ എടുത്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും. ഇതിൽ നിന്നും നഴ്സിംഗ് കെയർ കൺസെപ്റ്റും ഹെൽത്ത് കെയർ കൺസെപ്റ്റിൽ നിന്നും ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. 10 മാർക്കിൻ്റെ എസ്സേ ചോദിച്ചിട്ടുള്ള മറ്റൊരു ഏരിയയാണ് ഡെവലപ്മെൻറ്റൽ കൺസെപ്റ്റും. അതിൽ ഓരോ സ്റ്റേജിലെയും ഡെവലപ്മെൻറ്റ്, ന്യൂ ബോണിൻ്റെ ഡെവലപ്മെൻറ്റ്, ഇൻഫൻറ്റിൻ്റെ ഡെവലപ്മെൻറ്റ്, ടോഡ്ലറിൻ്റെ ഡെവലപ്മെൻറ്റ്, പ്രീ അഡോളസെൻ്റ് ഡെവലപ്മെൻറ്റ്, അഡോളസെൻറ്റിൻ്റെ ഡെവലപ്മെൻറ്റ്, അഡൽഹുഡിൻ്റെ ഡെവലപ്മെൻറ്റ്, മിഡിൽ ഏജ്, ഓൾഡ് ഏജ്, ഓരോ ഏജ് പീരീഡിലുമുള്ള വ്യക്തികളുടെ ഡെവലപ്മെൻറ്റ് കൺസെപ്റ്റ്, അവരുടെ നീഡ്സ്, അവരുടെ റോൾ, അവരുടെ പ്രോബ്ലംസ്, ഓരോ സ്റ്റേജസിലുമുള്ള ഇൻഡിവിജ്വൽസ് ഫേസ് ചെയ്യുന്ന നീഡ്സ്, റോൾസ്, പ്രോബ്ലംസ് എല്ലാം പഠിക്കാം. 10 മാർക്കിന് ഇതിലേത് വേണമെങ്കിലും ചോദിച്ചിട്ടുണ്ട്. പ്രീവിയസ് ഇയേഴ്സ് ഒരു ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുമ്പോൾ അത് മനസ്സിലാവും നിങ്ങൾക്ക്. നെക്സ്റ്റ് തേർഡ് യൂണിറ്റ് തിയറീസ്. നിങ്ങൾക്ക് അറിയായിരിക്കും, ഒരു ബേസിക് ഐഡിയയെങ്കിലും ഉണ്ടാകും. ഒരുപാട് ലോങ് ബാക്ക് പഠിച്ചവരാണെങ്കിൽ ഐഡിയ ഓർമ്മയുണ്ടാകത്തില്ല. സോ മെനി തിയറീസ് ആർ ദെയർ. നമ്മൾ BSc നഴ്സിംഗ് പഠിക്കുന്ന സമയത്ത് ആ തിയറീസ് നമ്മൾ ഒരുപാട് ഇമ്പോർട്ടൻസ് കൊടുക്കാറില്ല. 1 വേർഡ് ക്വസ്റ്റ്യൻസ് മാത്രമേ കൊടുക്കാറുള്ളൂ. പക്ഷെ നിങ്ങൾക്ക് അങ്ങനെയല്ല. ദീസ് തിയറീസ് യു ഷുഡ് സ്റ്റഡി വെരി ഡീറ്റെയിലി. ഓക്കെ, നിങ്ങളോട് തിയറി ഓരോന്നായിട്ട് പർട്ടിക്കുലർലി എടുത്ത് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട്. നെക്സ്റ്റ് അനദർ 5 മാർക്ക് ക്വസ്റ്റ്യൻ ദാറ്റ് ഈസ് മെറ്റാ പാരഡൈം ഓഫ് നഴ്സിംഗ്. 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. നെക്സ്റ്റ് വളരെ ഇമ്പോർട്ടൻറ്റും റിപ്പീറ്റഡ്ലി ക്വസ്റ്റ്യൻസ് വരുന്നത് നഴ്സിംഗ് ഫീൽഡ് തന്നെ ഏറ്റവും ഇമ്പോർട്ടൻറ്റുമായിട്ടുള്ള നഴ്സിംഗ് പ്രോസസ്സ്. അസസ്മെൻ്റ് എങ്ങനെ ചെയ്യുന്നു, അത് സബ്ജക്റ്റീവ് ഡേറ്റ എന്താണ്, ഒബ്ജക്റ്റീവ് ഡേറ്റ എന്താണ്, ഗോൾ എങ്ങനെ തയ്യാറാക്കുന്നു, നഴ്സിംഗ് ഡയഗ്നോസിസ് എങ്ങനെ തയ്യാറാക്കുന്നു, എന്തൊക്കെയാണ് പ്ലാനിങ്, എങ്ങനെയാണ് നമ്മൾ ഇംപ്ലിമെൻ്റ് ചെയ്യുന്നത്, എന്താണ് അതിൽ ഇവാലുവേഷൻ, അതെങ്ങനെ ഇവാലുവേറ്റ് ചെയ്യുന്നു, അതൊരു വലിയൊരു ഏരിയയാണ്. അത് കംപ്ലീറ്റ്ലി നമ്മൾ പഠിക്കണം. പിന്നെ വരുന്നത് യൂണിറ്റ് 5 എന്ന് പറയുന്നത് ആക്ച്വലി ഇത് നഴ്സിംഗ് മാനേജ്മെൻറ്റിലുള്ളൊരു ടോപ്പിക്കാണ്. ഫണ്ടമെൻ്റൽസിനകത്ത് അത്രയും ഇമ്പോർട്ടൻസ് കൊടുക്കാത്തതും മാനേജ്മെൻറ്റിനകത്ത് നഴ്സിംഗ് മാനേജ്മെൻറ്റ് എന്നുള്ള സ്പെഷ്യൽ സബ്ജക്റ്റിനകത്ത് വരുന്നൊരു ടോപ്പിക്കാണ് ക്വാളിറ്റി അഷ്വറൻസ്, നഴ്സിംഗ് സ്റ്റാൻഡേർഡ്സ്, നഴ്സിംഗ് ഓഡിറ്റ്, ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെൻറ്റ്. 10 മാർക്കിനും 5 മാർക്കിനും ക്വസ്റ്റ്യൻസ് വരുന്ന ഏരിയയാണ്. നെക്സ്റ്റ് പ്രൈമറി ഹെൽത്ത് കൺസെപ്റ്റ് 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ്. ഫാമിലി ഓറിയൻറ്റഡ് നഴ്സിംഗ് കൺസെപ്റ്റ് 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ്. ടീം നഴ്സിംഗ്, ഹോളിസ്റ്റിക് നഴ്സിംഗ്, ഇതെല്ലാം 5 മാർക്കിന് ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ്. പിന്നെ 7ാമത്തെ ലാസ്റ്റ് യൂണിറ്റ് 10 മാർക്കിൻ്റെ മറ്റൊരു എസ്സേ, 10 മാർക്കിൻ്റെ 5 മാർക്കിൻ്റെ എസ്സേ ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെൻറ്റ്. വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ അത് പഠിക്കുകയും വേണം. ഈ 7 യൂണിറ്റാണ് നിങ്ങളുടെ ഫണ്ടമെൻ്റൽസിൽ വരുന്നത്. നിങ്ങൾക്കൊരു ഐഡിയ ഉണ്ടായി എന്ന് വിചാരിക്കുന്നു. നിങ്ങൾ എന്തൊക്കെയാണ് 7 യൂണിറ്റുകൾ വരുന്നത്. അപ്പം നമ്മൾ ഒരു ക്വസ്റ്റ്യൻ പഠിക്കുമ്പോൾ നിങ്ങളത് തിരിച്ച് ചെയ്യേണ്ടത്. ഞാൻ ഈ എന്തിനാ സിലബസ് പറയുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ക്രാഷ് കോഴ്സിൽ ജോയിൻ ചെയ്തിട്ടോ അല്ലാതെയോ നിങ്ങൾ പഠിക്കുമ്പോൾ നിങ്ങളൊരു കോഴ്സ് പഠിക്കുന്നു. ഓക്കെ, എത്തിക്കൽ ആൻഡ് ലീഗൽ ഇഷ്യൂസ് ഓഫ് നഴ്സിംഗ്, അതാണ് ഞാനിപ്പോൾ എത്തിക്കൽ ആൻഡ് ലീഗൽ ഇഷ്യൂസ് ഓഫ് നഴ്സിംഗ് അതാണ് ഞാനിവിടെ പഠിച്ചത്. സോ വേർ ഇറ്റ് കംസ്, അത് നമ്മുടെ നഴ്സിംഗ് ഫൗണ്ടേഷനിലെ 2ാമത്തെ യൂണിറ്റിലെ ഈ പോയിൻ്റാണ്. സോ നിങ്ങളുടെ കയ്യിൽ സെറോക്സ് കോപ്പി എടുത്ത് അല്ലെങ്കിൽ പ്രിൻ്റ് എടുത്ത് നിങ്ങളുടെ സിലബസ് ഉണ്ടെങ്കിൽ യു ജസ്റ്റ് പുട്ട് എ ഹൈലൈറ്റ് ഓവർ ദിസ്. ഓക്കെ, ഇതിൻ്റെ മേലെ ഒരു ജസ്റ്റ് കളർ ചെയ്യുക. അത് കാണുമ്പോൾ നമുക്കൊരു മനസ്സിന് സന്തോഷം, യെസ് ഐ സ്റ്റഡീഡ് ദാറ്റ് ടോപ്പിക്സ് എന്നൊരു മനസ്സിന് സന്തോഷം തോന്നും. അങ്ങനെ നിങ്ങളുടെ എക്സാമിന് മുന്നേ അല്ലെങ്കിൽ നമ്മുടെ ഈ കോഴ്സ് ക്രാഷ് കോഴ്സ് തീരുന്നതിപ്പോൾ ഈ സിലബസ് നിറയെ കളർ കൊണ്ട് തരണം. വെറുതെ കളറടിച്ച് കളിക്കാനല്ല, പഠിച്ച് നിങ്ങൾ അതിന് ശേഷം ഇത് ഹൈലൈറ്റ് ചെയ്ത് പോകണം. അങ്ങനെ നമ്മുടെ സിലബസിലുള്ള ടോപ്പിക്സ് നമുക്ക് കവർ ചെയ്യണം. അതിന് വേണ്ടിയിട്ടാണ് നിങ്ങളോട് സിലബസ് കയ്യിലെടുക്കാൻ പറഞ്ഞത്, കയ്യിൽ പ്രിൻ്റ് ഔട്ട് എടുക്കാൻ പറഞ്ഞത്. എന്നിട്ട് നിങ്ങളത് മാർക്ക് ചെയ്യണം. സോ അപ്പോൾ നിങ്ങൾക്ക് ലാസ്റ്റ് റിവിഷൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും നിങ്ങൾ ഇതുവരെ പഠിക്കാത്ത ഏതെങ്കിലും ടോപ്പിക്ക് ഉണ്ടെങ്കിൽ. അല്ല എങ്കിൽ എത്ര തന്നെ നമ്മൾ മാസങ്ങൾ ക്വസ്റ്റ്യൻസ് എന്തൊക്കെ വായിച്ചു കഴിഞ്ഞാലും ഒരു പൂർണ്ണത നമുക്ക് ഒരിക്കലും ഉണ്ടാകത്തില്ല. സോ ബെറ്റർ യു ടേക്ക് എ പ്രിൻ്റ് ഔട്ട് ഓഫ് യുവർ സിലബസ്, ജസ്റ്റ് സ്റ്റഡി 1 by 1, ഓരോരോ ടോപ്പിക്സ് ആയിട്ട് പഠിക്കുക. ഏത് ടോപ്പിക്സ് ആണോ, ഏത് സബ്ജക്റ്റിലാണോ, ഏത് യൂണിറ്റിലാണോ പഠിച്ചത് അവിടെ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് പോകുക. സോ ഇത് കൂടാതെ ഈ സിലബസിൽ മെൻഷൻ ചെയ്യാത്ത നിങ്ങൾ കുറേ ടോപ്പിക്സ് പഠിക്കും.
ആ ടോപ്പിക്സ് ഇതിൻ്റെ സൈഡിലൊന്ന് മെൻഷൻ ചെയ്യുക. ഏതൊക്കെ ടോപ്പിക്സാണ് നിങ്ങൾ അഡീഷണലി പഠിച്ചത് അതും കൂടെ മെൻഷൻ ചെയ്ത് പോകുക. ഇതാണ് നിങ്ങളുടെ നഴ്സിംഗ് ഫൗണ്ടേഷൻ്റെ സിലബസ്. നഴ്സിംഗ് ഫൗണ്ടേഷന് 2 മണിക്കൂറിൻ്റെ എക്സാം 35 മാർക്കിനാണ്. നിങ്ങൾ അതിന് എത്ര മാർക്ക് എടുക്കണം? 50% മാർക്ക് നിങ്ങൾ എടുക്കണം. അതായത് 17.5 മാർക്കാണ് നിങ്ങൾക്ക് പാസ്സാകാൻ വേണ്ടത്. സോ എന്തായാലും നിങ്ങൾക്ക് ഇൻറ്റേർണൽ അസസ്മെൻറ്റ് എന്തായാലും മാർക്ക് ഉണ്ടാകും. ഇത് 17.5 മാർക്കും കൂടെയാണ്. വളരെ ഈസി ആയിട്ട് നമുക്ക് എടുക്കാവുന്ന കാര്യമുള്ളൂ. ഇനി രണ്ടാമത്തെ സബ്ജക്റ്റ് ന്യൂട്രീഷൻ ആൻഡ് ഡയറ്ററ്റിക്സ്. അതായത് നിങ്ങൾക്ക് സിലബസിനെ കുറിച്ച് ഒരു ഐഡിയ ഉണ്ടെങ്കിൽ ഈ ഒരു പാർട്ട് നിങ്ങൾ കാണണമെന്നില്ല. ഞാൻ ഒന്നും അറിഞ്ഞുകൂടാത്ത ഒരു ജസ്റ്റ് കോഴ്സിന് ജോയിൻ ചെയ്തു, ഒന്നും അറിഞ്ഞുകൂടാതെ വർഷങ്ങളായി നഴ്സിംഗ് കംപ്ലീറ്റ് ചെയ്തിട്ടെന്നുള്ള ഒരാളുടെ കണക്കാക്കിയിട്ടാണ്. കാരണം എല്ലാവർക്കും പല വീഡിയോസ് എടുക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. സോ ഓക്കെ, രണ്ടാമത്തെ സബ്ജക്റ്റ് ന്യൂട്രീഷൻ. എന്താണ് ന്യൂട്രീഷൻ? അതായത് നമുക്ക് ഓരോ വ്യക്തിക്കും ഉള്ള ആരോഗ്യം ഇംപ്രൂവ് ചെയ്യുകയും ഇനി ഒരു ഡിസീസസ് വരാതിരിക്കാനും നമ്മുടെ ശരീരത്തിൽ ഒരുപാട് ന്യൂട്രിയൻസ് നമുക്ക് ആവശ്യമുണ്ട്. ന്യൂട്രിയൻസ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ്? കാർബോഹൈഡ്രേറ്റ്സ്, ഫാറ്റ്, പ്രോട്ടീന്, ഇതൊക്കെയാണ് ന്യൂട്രിയൻസ്. ഈവൻ വാട്ടർ ഓൾസോ ഓൺ ന്യൂട്രിയൻ, വിറ്റമിൻസ്, മിനറൽസ്. ഈ ന്യൂട്രിയൻസ് കറക്റ്റ് പ്രൊപ്പോർഷനിൽ നമുക്ക് കിട്ടുന്നതിനെയാണ് ന്യൂട്രീഷൻ എന്ന് പറയുന്നത്. ഇത് എവിടെയിലൂടെ കിട്ടും? ഫുഡിലൂടെ കിട്ടും. ഇത് തന്നെയാണ് നമ്മൾ ന്യൂട്രീഷനിൽ പഠിക്കുന്നത്. ആദ്യത്തെ ഈ ഒരു ചാപ്റ്ററിൻ്റെ സിലബസ് നിങ്ങൾ നോക്കുക. ഇൻട്രൊഡക്ഷൻ, ന്യൂട്രീഷൻ, ഡയറ്റിക്സും, എന്താണ് ന്യൂട്രീഷൻ, അതിൻ്റെ മാൾ ന്യൂട്രീഷൻ എന്താണ്, എന്തൊക്കെ ഫുഡ് ഗ്രൂപ്പ്സ് ആണുള്ളത്, എന്താണ് ബാലൻസ്ഡ് ഡയറ്റ്, എന്താണ് ഫുഡ് പ്ലാനിങ് ചെയ്യുന്നത്, അതിൻ്റെ ഗൈഡൻസ് എന്തൊക്കെയാണ്, ഫുഡ് ഹൈജീൻ എന്താണ്, എങ്ങനെയാണ് ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നത്, എങ്ങനെയാണ് ഫുഡ് പ്രിസർവ് ചെയ്യുന്നത്, ഏതൊക്കെയാണ് ന്യൂട്രിയൻസ്, ആ ന്യൂട്രിയൻസിൽ മൈക്രോ ന്യൂട്രിയൻസും മാക്രോ ന്യൂട്രിയൻസും പറഞ്ഞാൽ എന്താണ്. ഒരുപാട് ക്വസ്റ്റ്യൻസ് ഇതിനകത്തുണ്ട്, 5 മാർക്കിന് ചോദിക്കാൻ പറ്റിയത്. ഓക്കെ, അതെല്ലാമാണ് ഫസ്റ്റ് യൂണിറ്റ് പഠിക്കുന്നത്. രണ്ടാമത്തെ യൂണിറ്റ് നമ്മൾ പഠിക്കുന്നത്, നമ്മളൊരു ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന നഴ്സാണ്. സോ വി ഷുഡ് ലുക്ക് ഓൺ ഡയറ്റ് ഓഫ് ദ പേഷ്യൻറ്റ്. ഓക്കെ, ഈവൻ ഡയറ്റീഷ്യൻസ് ഒക്കെ ഉണ്ട്. സ്റ്റിൽ വി ഷുഡ് നോ അബൌട്ട് ദ തെറാപ്യൂട്ടിക് ഡയറ്റ്. റുട്ടീൻലി ഹോസ്പിറ്റൽസിൽ ഓരോ തരത്തിലുള്ള ഡിസീസ്, കാർഡിയോവാസ്കുലർ ഡിസീസ് ഉള്ള പേഷ്യൻസിന്, ഗ്യാസ്ട്രോ ഇൻഡസ്ട്രിയൽ ഡിസീസ് ഉള്ള പേഷ്യൻസിന്, റീനൽ ഡിസീസ് ഉള്ള പേഷ്യൻസിന്, എൻഡോക്രൈൻ ഡിസീസസ്, മെറ്റബോളിക് ഡിസോർഡേഴ്സ്, അലർജി, ഇൻഫെക്ഷൻസ്, ഫീവർ, സർജറിക്ക് മുന്നും പിന്നുമുള്ള ആ സ്റ്റേജസിൽ ഡെഫിഷ്യൻസി ഡിസീസസ്, മാൾ ന്യൂട്രീഷൻ, ഓവർ വെയ്റ്റ്, അണ്ടർ വെയ്റ്റ്, ഇതുപോലെയുള്ള കണ്ടീഷൻസ് ഉള്ള ആൾക്കാർക്ക് നമ്മൾ ഏത് തരത്തിലുള്ള ഡയറ്റാണ് കൊടുക്കേണ്ടത്, ഓരോ ഡിസീസിൻ്റെയും ഡയറ്റ് നമ്മൾ അവിടെ പഠിക്കണം. തെറാപ്യൂട്ടിക് ഡയറ്റ് ഫോർ ഡയബറ്റീസ് മെലിറ്റസ്, തെറാപ്യൂട്ടിക് ഡയറ്റ് ഫോർ റീനൽ സ്റ്റോൺ, തെറാപ്യൂട്ടിക് ഡയറ്റ് ഫോർ ഹൈപ്പർ ടെൻഷൻ, തെറാപ്യൂട്ടിക് ഡയറ്റ് ഫോർ കുഷിംഗ് സിൻഡ്രോം, therapeutic diet for eczema, therapeutic diet for obesity, therapeutic diet for beriberi, therapeutic diet for rickets. ഇങ്ങനെ പറഞ്ഞ് ഒരുപാട് കണ്ടീഷൻസ് നമുക്ക് പഠിക്കാനുണ്ട്. അതാണ് നമ്മൾ രണ്ടാമത്തെ യൂണിറ്റ് പഠിക്കുന്നത്. മൂന്നാമത്തെ യൂണിറ്റ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് കുട്ടികളുടെ ന്യൂട്രീഷനാണ്. ഇൻഫൻറ്റ് മുതൽ നമ്മുടെ സ്കൂൾ ഗോയിങ് ചിൽഡ്രൻ കുട്ടികൾക്ക്, അല്ലെങ്കിൽ വീനിങ്, അമ്മയിൽ നിന്നും ബ്രസ്റ്റ് മിൽക്ക് മാറി അടുത്ത് നോർമൽ ഫുഡിലോട്ട് ട്രാൻസ്ഫോം ചെയ്യുന്നതിനാണ് വീനിങ് എന്ന് പറയുന്നത്. ആ ഒരു സ്റ്റേജിലുള്ള ഫുഡ്, സപ്ലിമെൻ്ററി ഫീഡിങ്, ഇൻഫൻറ്റ് ഫീഡിങ്, ചൈൽഡ് ഫീഡിങ്, ഫീഡിങ് ദ സിക്ക് ചൈൽഡ്, ഇങ്ങനെ ഡയറ്റ്, അവയുടെ ഡയറ്റ്, അവരുടെ മാൾ ന്യൂട്രീഷൻ, അണ്ടർ ന്യൂട്രീഷൻ, പ്രീ സ്കൂൾ ചൈൽഡിൻ്റെ ന്യൂട്രീഷൻ, സ്കൂൾ ലഞ്ച് പ്രോഗ്രാംസ്, ഇതെല്ലാമാണ് അടുത്ത കുട്ടികളുടെ ന്യൂട്രീഷനെ കുറിച്ചാണ് അടുത്ത യൂണിറ്റിൽ നമ്മൾ പഠിക്കുന്നത്. അത് കഴിഞ്ഞാൽ ഇതിവിടെ 4ാമത്തെ യൂണിറ്റ് 35 മാർക്കിൻ്റെ എക്സാമാണ്, 2 മണിക്കൂറിൻ്റെ എക്സാമാണ്. 4ാമത്തെ യൂണിറ്റിൽ നിങ്ങൾ പഠിക്കുന്നത് കമ്മ്യൂണിറ്റി ന്യൂട്രീഷനാണ്. ഒരു കമ്മ്യൂണിറ്റി എന്ന് പറയുമ്പോൾ അവിടെ ഇൻഫൻ്റ് ഉണ്ടാകും, ചൈൽഡ് ഉണ്ടാകും, അഡോളസൻ്റ് ഉണ്ടാകും, പ്രഗ്നൻറ്റ് വുമൺ ഉണ്ടാകും, ലാക്ടേറ്റിംഗ് മദർ ഉണ്ടാകും, ഓൾഡ് ജീറിയാട്രിക് പേഷ്യൻസ് ഉണ്ടാകും, അല്ലേ? അതുപോലെ നോൺ വെജിറ്റേറിയൻ ഫുഡ്, വെജിറ്റേറിയൻ ഫുഡ്, ചീപ്ലി അവൈലബിൾ ഫുഡ്, അതുപോലെ ന്യൂട്രീഷണൽ പ്ലാനിങ്, ന്യൂട്രീഷണൽ എഡ്യൂക്കേഷൻ, നീഡ്സ് ആൻഡ് മെത്തേഡ്സ്, ന്യൂട്രീഷണൽ പ്രോബ്ലംസ്, നാഷണൽ പ്രോഗ്രാംസ്, ന്യൂട്രീഷണൽ പ്രോഗ്രാംസ്, ഇതെല്ലാം നമ്മൾ ഈ യൂണിറ്റ് 4ൽ പഠിക്കുന്നു. ഓക്കെ, ഇത് 35 മാർക്കിന്. ഇത്ര 4 യൂണിറ്റ് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് 35 മാർക്കിന് നന്നായിട്ട് എക്സാം എഴുതാൻ പറ്റും. 2 മണിക്കൂറിൻ്റെ എക്സാം. ഓക്കെ, ഇനി നിങ്ങൾക്കിവിടെ പ്രാക്ടിക്കൽ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് എക്സാം ഇല്ല. ഇതിനകത്ത് കുക്കിങ്ങും കുക്കറി റൂൾസിനെ കുറിച്ചും സപ്ലിമെൻ്ററി ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നതിനെ കുറിച്ചും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇത് നമ്മുടെ സിലബസിനകത്ത് പ്രാക്ടിക്കൽ എന്ന് പറഞ്ഞിട്ടാണ് കൊടുത്തിരിക്കുന്നതെങ്കിലും നിങ്ങൾക്ക് പ്രാക്ടിക്കൽ ഇതിനകത്ത് ഇല്ലാത്തത് കൊണ്ട് ഇത് ചോദിക്കാൻ ചാൻസ് ഇല്ല. സപ്പോസ് ഇതിലേതെങ്കിലും കുക്കിംഗ് മെത്തേഡോ കുക്കറി റൂൾസോ മെനു പ്ലാൻസോ എന്തെങ്കിലും പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ആ ടോപ്പിക്സ് നിങ്ങൾക്ക് എടുത്തു തരുന്നതായിരിക്കും. ക്ലിയർ?
ഇത് രണ്ടാമത്തെ സബ്ജക്ട്സ്. ഇനി മൂന്നാമത്തെ സബ്ജക്ട്സ് ആണ് നമ്മുടെ ബയോ കെമിസ്ട്രിയും ബയോ ഫിസിക്സും. പകുതി മാർക്ക് വെച്ചിട്ടാണ് 2 എക്സാം വരുന്നത്. ഇതിൽ ബയോ കെമിസ്ട്രി എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പറഞ്ഞ എല്ലാ ന്യൂട്രിയൻസും നമുക്ക് അവിടെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. ബയോ കെമിസ്ട്രി ആദ്യം നമുക്ക് യൂണിറ്റ് 1 നമ്മുടെ സെല്ലിൻ്റെ വേരിയസ് കമ്പോണൻസും വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. 10 മാർക്കിനും 5 മാർക്കിനും ക്വസ്റ്റ്യൻസ് ഒരുപാട് ചോദിക്കുന്ന ഒരു ഏരിയയാണ്. രണ്ടാമത്തെ യൂണിറ്റ് വാട്ടർ, ഇലക്ട്രോലൈറ്റ്സ്, വാട്ടർ ആൻഡ് ഫ്ലൂയിഡ് ബാലൻസ്, അതിൻ്റെ സോഴ്സസ്, ഹ്യൂമൻ ബോഡിയിലെ ഫങ്ഷൻസ്, ഇതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം. അത് കഴിഞ്ഞാൽ എസ് എ ക്വസ്റ്റ്യൻസ് വരുന്ന മറ്റൊരു ചാപ്റ്ററാണ് എൻസൈംസ്. 5 മാർക്കിനും 10 മാർക്കിനും എസ്ഐസ്. കാർബോഹൈഡ്രേറ്റ്സിൻ്റെയും പ്രോട്ടീൻസിൻ്റെയും ഫാറ്റിൻ്റെയും ഡൈജഷൻസ്, അതിലുണ്ടാകുന്ന വേരിയസ് എന്തൊക്കെ ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നു, എന്തൊക്കെ പ്രിക്കോഷൻസ് നമ്മൾ അവിടെ എടുക്കണം, എന്തൊക്കെയാണ് അതിൻ്റെ മെക്കാനിസം എൻസൈമിൻ്റെ, ഒരുപാട് കാര്യങ്ങൾ അവിടെ പഠിക്കാനുണ്ട്. ബേസ്ഡ് ഓൺ ദ ക്വസ്റ്റ്യൻസ് നമ്മളവിടെ എസ് എ ക്വസ്റ്റ്യൻസും 5 മാർക്ക് ക്വസ്റ്റ്യൻസും 2 മാർക്ക് ക്വസ്റ്റ്യൻസും പഠിക്കും. പിന്നെ നിങ്ങൾക്ക് പഠിക്കണം കാർബോഹൈഡ്രേറ്റ്സിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് എൻ്റെ സൈക്കിളൊക്കെ ഉണ്ട് നിങ്ങൾക്ക് പഠിക്കാൻ. നിങ്ങൾ ജയനം പഠിക്കുന്ന സമയത്ത് പഠിച്ചിട്ടുണ്ടാകാൻ ചാൻസ് ഇല്ല. മെറ്റബോളിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോന്നിൻ്റെ മെറ്റബോളിസം, കാർബോഹൈഡ്രേറ്റിൻ്റെ മെറ്റബോളിസം, പ്രോട്ടീൻ്റെ മെറ്റബോളിസം, ഫാറ്റിൻ്റെ മെറ്റബോളിസം, നിങ്ങൾക്ക് അതിനകത്ത് ഒരുപാട് ക്വസ്റ്റ്യൻസ്, ഗ്ലൂക്കോസ് ടോളറൻസ് ടെസ്റ്റ്, ഹൈപ്പർഗ്ലൈസീമിയ, ഹൈപ്പോഗ്ലൈസീമിയ. നിങ്ങൾക്ക് ഹൈപ്പോഗ്ലൈസീമിയ ഹൈപ്പർഗ്ലൈസീമിയ ഒരു സെൻറ്റൻസിൽ പറയാൻ അറിയാമായിരിക്കും, പക്ഷെ അത് പോരാ നമുക്ക്. ഗ്ലൈക്കോജെനിസിസ് എന്താണ്, ഗ്ലൈക്കോജനോലൈസിസ് എന്താണ്, ഗ്ലൈക്കോലൈസിസ് എന്താണ്, ഇതുപോലെ ക്രബ് സൈക്കിൾ എന്താണ്, TCA സൈക്കിൾ എന്താണ്, ഇതെല്ലാം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് സൈക്കിൾ ഉൾപ്പെടെ പഠിക്കണം അതിൻ്റെ മെറ്റബോളിസത്തിൽ. അങ്ങനെ സൈക്കിളിൽ കാർബോഹൈഡ്രേറ്റിൻ്റെ മെറ്റബോളിസം, അതുപോലെ പ്രോട്ടീൻ്റെ മെറ്റബോളിസം, ഫാറ്റിൻ്റെ മെറ്റബോളിസം, പിന്നെ ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെൻറ്റ്. ഈ മെറ്റബോളിസം എന്ന് പറഞ്ഞാൽ ഒരൊറ്റ വേർഡിൽ നിൽക്കുന്ന കാര്യമല്ല, ഒരുപാട് കാര്യങ്ങൾ അതിനകത്ത് പഠിക്കാനുണ്ട്. പക്ഷേ നമ്മൾ ഇതൊരു തുടക്കമാണ്, ആ സമയത്ത് ഞാൻ ഇതെല്ലാം കൂടെ പറഞ്ഞ് ബോറടിപ്പിക്കേണ്ട, അതുകൊണ്ട് പറയുന്നില്ല. അടുത്ത രണ്ടാമത്തെ പാർട്ട്, ആ പേപ്പർ തന്നെ ബി പാർട്ട് ബയോ ഫിസിക്സ് ഉണ്ട്. ഇറ്റ് ഈസ് നോട്ട് എ നഴ്സിംഗ് സബ്ജക്ട്, സ്റ്റിൽ യു ക്യാൻ റീഡ് ദ സിലബസ് ഇഫ് യു ഡോണ്ട് ഹാവ്. ഓക്കെ, അത് നിങ്ങൾക്ക് അറിയില്ല എങ്കിൽ, സിലബസ് കയ്യിലില്ല എങ്കിൽ ഇത് വായിച്ചു നോക്കാം, ക്ലിയർ ആയിട്ട് ഒരു ഐഡിയ കിട്ടും. അല്ലെങ്കിൽ ഞാൻ നമ്മുടെ കോഴ്സിന് ചേരുമ്പോൾ നിങ്ങൾക്ക് ഈ സിലബസ് ഞാൻ ഷെയർ ചെയ്ത് തരുന്നതായിരിക്കും. ഓക്കെ, അതൊരു കുറച്ച് യൂണിറ്റ് ഉണ്ട്, നിങ്ങളത് പഠിക്കണം, നിങ്ങൾ സ്വന്തമായിട്ട് പഠിക്കണം, അല്ലെങ്കിൽ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ഞാൻ പറഞ്ഞുതരാം. നെക്സ്റ്റ് ഒരു കടലായിട്ടുള്ളൊരു സബ്ജക്റ്റാണ് സൈക്കോളജി എന്ന് പറയുന്നത്. സൈക്കോളജി എന്ന് പറയുമ്പോൾ നമുക്ക് അതിൻ്റെ ഒരു മനുഷ്യൻ്റെ മിനിമം ആയിട്ടുള്ള കാര്യങ്ങൾ മുതൽ, സൈക്കോളജി BSc നഴ്സിംഗിന് പഠിക്കാനുള്ള കംപ്ലീറ്റ് സിലബസ് നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. ഡെഫിനിഷൻ ഓഫ് സൈക്കോളജിയിൽ തുടങ്ങി ഓരോ സൈക്കോളജിക്കൽ പ്രോസസ്സും, ഓരോ തരത്തിലുള്ള കൊഗ്നിറ്റീവ് പ്രോസസ്സും, അല്ല ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ശ്രീവാണിയുടെ ടെക്സ്റ്റ് ബുക്കാണ്. ഞാനതാണ് കൂടുതലും കുട്ടികൾക്ക് സജസ്റ്റ് ചെയ്യാറുള്ളത്. വളരെ ഡീറ്റെയിൽ ആയിട്ട് എടുത്ത ക്ലാസ്സുകളാണ് ഞാനിതിൽ തരിക. നിങ്ങൾക്ക് എല്ലാ ടോപ്പിക്സും ഇതിനകത്ത് കംപ്ലീറ്റ് ആയിട്ട് ഞാനിത് എക്സ്പ്ലെയിൻ ചെയ്ത ക്ലാസ്സുകൾ ഞാൻ തരും. അത് സമയം കണ്ടെത്തി നിങ്ങൾ പഠിക്കണം. ഒരു ക്ലാസ്സും, ഞാൻ ആദ്യമേ പറയാം, ഒരു ക്ലാസ്സും ഷോർട്ട് ക്ലാസ്സുകളല്ല. ദാ വന്നു ദേ പോയി എന്ന് പറയുന്ന രീതിയിലൊന്നും പഠിക്കാൻ പറ്റുന്ന ക്ലാസ്സുകളല്ല. ഓൾവേസ് ഐ വിൽ ഗോ ഫോർ ഡീറ്റെയിൽ ക്ലാസ്സസ്. അതായത് ഡീറ്റെയിൽ ആയിട്ട് അതൊരു കുഞ്ഞു കുട്ടികൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ പോലും ഞാനത് ക്ലിയർ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു തരും. അത് കേട്ട് സമയമെടുത്ത് ക്ഷമയോടെ കേട്ടിരുന്ന് പഠിക്കാൻ തയ്യാറാണെങ്കിൽ ഡെഫിനറ്റ്ലി ദിസ് കോഴ്സ് വിൽ ബി യൂസ്ഫുൾ ഫോർ യു. അങ്ങനെ ഓരോ കൊഗ്നിറ്റീവ് പ്രോസസ്സ്, സെൻസേഷൻ, അറ്റൻഷൻ, പെർസെപ്ഷൻ, പിന്നെ മോട്ടിവേഷൻ, ഫ്രസ്ട്രേഷൻ, കോൺഫ്ലിക്ട്സ്, ഇമോഷൻസ്, പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സ്, അങ്ങനെ അതുപോലെ നമ്മുടെ അഡൾട്ട് ഹെൽത്ത് നഴ്സിംഗ്, എല്ലാ ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാരുടെ സൈക്കോളജി, പിന്നെ നമ്മുടെ കുറേ ഹെറിഡിറ്ററി, എൻവറോൺമെൻറ്റ്, ബ്രെയിനിൻ്റെ കാര്യങ്ങൾ, അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങളുണ്ട്. ഇൻ്റലിജൻസ്, ലേണിങ്, മെമ്മറി, ഫോർഗെറ്റിംഗ്, ആറ്റിറ്റ്യൂഡ്സ്, മെൻ്റൽ ഹൈജീൻ, ഇതൊക്കെ ഒരു വേർഡിൽ പറയുന്നുണ്ടെങ്കിൽ മെൻ്റൽ ഒതുങ്ങുന്നതല്ല, ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. എക്സ്പെഷ്യലി ഡിഫൻസ് മെക്കാനിസം ഉൾപ്പെടെ 12 യൂണിറ്റും ഉണ്ട്. കംപ്ലീറ്റ് അതിൻ്റെ ഓൾറെഡി ഞാൻ ക്ലാസ് എടുത്തതുണ്ട്. അതും ഒപ്പം നമ്മൾ ക്ലാസ്സുകൾ എന്താ പറയുക, ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ കൂടെയും ക്ലാസ്സുകൾ തരുന്നതായിരിക്കും. ഓക്കെ, ഇതാണ് സൈക്കോളജി. 75 മാർക്കിന് ഒരുപാട് ക്വസ്റ്റ്യൻസ് നമുക്ക് പഠിക്കാനുണ്ട്. ഓക്കെ, 3 മാർക്കിൻ്റെ 3 മണിക്കൂറിൻ്റെ എക്സാം. ഇനിയുള്ളത് മൈക്രോബയോളജിയും ഇതുപോലെയാണ്. ഫസ്റ്റ് യൂണിറ്റിൽ നമ്മൾ ബേസിക് ആയിട്ട് നമ്മൾ ബാക്ടീരിയയെക്കുറിച്ച് പഠിക്കുന്നു, വൈറസസിനെ കുറിച്ച് പഠിക്കുന്നു, അതിൻ്റെ ടൈപ്സിനെ കുറിച്ച് പഠിക്കുന്നു, അതിൻ്റെ കോമൺ ഫാക്ടേഴ്സിനെ കുറിച്ച് പഠിക്കുന്നു, അതിൻ്റെ ക്ലാസിഫിക്കേഷൻ പഠിക്കുന്നു, പിന്നെ അതിൻ്റെ ചെയിനിങ്, കൾച്ചർ, അതിനെക്കുറിച്ച് ഐഡൻറ്റിഫിക്കേഷൻ മെത്തേഡ്സ്, പിന്നെ ഗ്രോത്ത്, അതിൻ്റെ ഗ്രോത്തിനെ കുറിച്ചും അതിൻ്റെ ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് ഗ്രോത്തിനെ കുറിച്ചും, കൾച്ചർ മെത്തേഡ്സിനെ കുറിച്ചും, പിന്നെ സ്റ്റെറിലൈസേഷൻ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഏരിയയാണ് സ്റ്റെറിലൈസേഷനും ഡിസിൻഫെക്ഷനും, അതും അതിൻ്റെ മെത്തേഡ്സും. പിന്നെ നമുക്ക് ഒരു വലിയൊരു ഏരിയയാണ് നമ്മുടെ മൈക്രോ ഓർഗാനിസംസ്. ഈ മൈക്രോ ഓർഗാനിസംസ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഇവിടെ വളരെ
മിനിമൽ ആയിട്ടുള്ള മൈക്രോ ഓർഗാനിസംസ് മാത്രമേ ഇവിടെ മെൻഷൻ ചെയ്തിട്ടുള്ളൂ. പക്ഷേ ക്വസ്റ്റ്യൻസ് ഇങ്ങനെ മാത്രമല്ല. ഏത് മൈക്രോ ഓർഗാനിസം, അനന്തനാരായൺ ടെക്സ്റ്റ് ബുക്ക് അല്ലെങ്കിൽ പണിക്കേഴ്സിൻ്റെ ബുക്കിനകത്ത് നിങ്ങൾ നോക്കുക എത്രത്തോളം മൈക്രോ ഓർഗാനിസംസ് അതിനകത്തുണ്ടെന്ന്. ഏത് തരം മൈക്രോ ഓർഗാനിസവും ക്വസ്റ്റ്യൻസ് വരാം. അതുപോലെ ഇമ്മ്യൂണിറ്റി, പാത്തോജനിക് റിയാക്ഷൻസ്, പിന്നെ ഇമ്മ്യൂണിറ്റി, ഹൈപ്പർ സെൻസിറ്റിവിറ്റി, ആൻറ്റിജൻ ആൻറ്റിബോഡി റിയാക്ഷൻസ്, പിന്നെ ഓരോ തരത്തിലുള്ള പാരസൈറ്റ്സ്, വൈറസസ്, എല്ലാ തരത്തിലുള്ള മൈക്രോ ഓർഗാനിസം ഇൻഫെക്ഷൻസും, പിന്നെ ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെൻറ്റ്. ഇങ്ങനെ 11 യൂണിറ്റാണ് മൈക്രോബയോളജി പഠിക്കാനുള്ളത്. ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ്സുകളായിരിക്കും തരുന്നത്. ഓക്കെ, ഓൾറെഡി എടുത്ത ക്ലാസ്സുകളുണ്ട്. പിന്നെ അത് പോയിട്ട് ക്വസ്റ്റ്യൻ ബേസ്ഡ് ആയിട്ടുള്ള ക്ലാസ്സുകളും ഉണ്ടാകും. ഇതും 75 മാർക്കിന് 3 മണിക്കൂറത്തെ എക്സാം. ഇനി അടുത്ത് നമുക്ക് പഠിക്കാനുള്ളത് മെറ്റേണൽ ഹെൽത്ത് നഴ്സിംഗ് ആണ്. അതിൽ ഇവിടെ സിലബസ് എന്ന് പറയുന്നത് വളരെ ചുരുക്കിയാണ് കൊടുത്തിട്ടുള്ളത്. പക്ഷേ ഇതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. പ്രഗ്നൻസി, ഒരു സ്ത്രീ പ്രഗ്നൻ്റ് ആകുന്ന മുതൽ ആ സമയത്തുണ്ടാകുന്ന ചേഞ്ചസ് മുതൽ അമ്മയായി, ഡെലിവറി കഴിഞ്ഞ് അമ്മയായി കുഞ്ഞിന് മുലയൂട്ടുന്നത് വരെയും അതിനുശേഷമുള്ള കോംപ്ലിക്കേഷൻസ് വരെ ഒരുപാട് കാര്യങ്ങളാണ് നമുക്കിവിടെ പഠിക്കാനുള്ളത്. അതിൻ്റെ പ്രോഗ്രാംസ് വരെ 7 യൂണിറ്റുകളിലായിട്ട് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പഠിക്കണം. 75 മാർക്കിന് 3 മണിക്കൂറത്തെ എക്സാം. ഞാനിവിടെ സിലബസ് വായിക്കുന്നില്ല, വായിച്ചു കഴിഞ്ഞാൽ ഒരുപാട് ക്ലാസ് ലെങ്തി ആയി പോവും. അതിൻ്റെ ആവശ്യമില്ല. നമ്മൾക്ക് ക്ലാസ്സുകൾ എടുക്കുന്ന സമയത്ത് അത് ഞാൻ ഓരോ ചാപ്റ്റേഴ്സായിട്ട് പറഞ്ഞുതരും. അത് കഴിഞ്ഞാൽ ചൈൽഡ് ഹെൽത്ത് നഴ്സിംഗ്. ചൈൽഡ് ഹെൽത്ത് നഴ്സിംഗും ഇതുപോലെ തന്നെയാണ്. ഓരോ കുട്ടിക്കും ഒരു ഹെൽത്തി ചൈൽഡിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്, ഡിസീസസ് വരുമ്പോൾ എന്തൊക്കെയാണ്, സിസ്റ്റം വൈസ് ഡിസീസസ്, ഓരോ സിസ്റ്റം. ഇവിടെ നിങ്ങൾ നോക്കുക, ഒരു ചാപ്റ്ററിനകത്ത് ന്യൂട്രീഷണൽ ഡിസീസസ് ഉണ്ട്, റെസ്പിറേറ്ററി ഡിസീസസ് ഉണ്ട്, ഗ്യാസ്ട്രോ ഇൻറ്റസ്റ്റൈനൽ ഡിസീസസ്, കാർഡിയോവാസ്കുലർ സിസ്റ്റം ഡിസീസസ്, ജെനിറ്റോ യൂറിനറി സിസ്റ്റം, ന്യൂറോളജിക്കൽ ഇൻഫെക്ഷൻ, ഹെമറ്റോളജിക്കൽ ഇൻഫെക്ഷൻ, എൻഡോക്രൈൻ ഡിസോർഡേഴ്സ്, ഓർത്തോപെഡിക് ഡിസോർഡേഴ്സ്, കമ്മ്യൂണിക്കബിൾ ഡിസീസസ്, പീഡിയാട്രിക് എമർജൻസീസ്. ഹൗ മച്ച് ബിഗ് ഇറ്റ് ഈസ്? ഈ ഒരു വേർഡിൽ ഇവിടെ ഒതുക്കിയിരിക്കുന്ന 100ഓളം ഡിസീസസിനകത്ത് വരും അല്ലേ? ആ ഡിസീസസ് എല്ലാം നമുക്ക് അതിൻ്റെ മാനേജ്മെൻറ്റ് ഉൾപ്പെടെ നമുക്ക് പഠിക്കേണ്ടിയിരിക്കുന്നു. സോ അത്രയും ഡീറ്റെയിൽ ആണ് ഈ ഒരു ചൈൽഡ് ഹെൽത്ത് നഴ്സിംഗ്. പിന്നെ മെൻ്റലി ചലഞ്ച്ഡ് ആയിട്ട്, ഫിസിക്കലി ചലഞ്ച്ഡ് ആയിട്ടുള്ള കുട്ടികൾക്കുള്ള മാനേജ്മെൻറ്റ്. ഇത്രയും 5 യൂണിറ്റിലായിട്ട് ഒരു വലിയൊരു കടലാണിത്. 75 മാർക്കിന് 3 മണിക്കൂറിൻ്റെ എക്സാം. ഇത് കഴിഞ്ഞാൽ മെറ്റേണൽ ഹെൽത്ത് ചൈൽഡ് ഹെൽത്ത് നഴ്സിംഗ് കഴിഞ്ഞാൽ പിന്നെ അടുത്തൊരു വലിയൊരു കടലാണ് മെഡിക്കൽ സർജിക്കൽ നഴ്സിംഗ്. അതും 75 മാർക്കിന് 3 മണിക്കൂറിൻ്റെ എക്സാം. ഇതിൻ്റെയും പ്രത്യേകത ചൈൽഡ് ഹെൽത്ത് നഴ്സിംഗ് പോലെ തന്നെയാണ്. ഒരുവിധം ശരീരത്തിൽ വരാനുള്ള എല്ലാ അസുഖങ്ങളും, റെസ്പിറേറ്ററി സിസ്റ്റം, GI സിസ്റ്റം, കാർഡിയോവാസ്കുലർ സിസ്റ്റം, ഇൻറ്റഗ്മെൻ്ററി സിസ്റ്റം, ഹെമറ്റോളജിക്കൽ സിസ്റ്റം, മസ്കുലോസ്കെൽറ്റൽ സിസ്റ്റം, ഡ്രീനൽ സിസ്റ്റം, നമ്മുടെ ന്യൂറോളജിക്കൽ സിസ്റ്റം, എല്ലാ സിസ്റ്റംസും, എല്ലാ ഓർഗൻ സിസ്റ്റംസും, അതിലുള്ള ഡിസീസസും കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ പഠിക്കണം. ഇതും 75 മാർക്കിന് 3 മണിക്കൂറിൻ്റെ എക്സാമാണ്. അടുത്തുള്ളത് ഇംഗ്ലീഷാണ്, അത് നമുക്ക് പഠിക്കേണ്ട. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ നിങ്ങൾ മനസ്സിൽ ചിന്തിക്കേണ്ടത്, ഞാൻ എന്തിനാണ് ഈ സിലബസ് നിങ്ങൾക്ക് പറഞ്ഞു തന്നതെന്ന് പറഞ്ഞാൽ, നിങ്ങൾ ചിന്തിക്കുന്നത് പോലെ ഒരു ചെറിയ റാങ്ക് ഫയൽ വെച്ച് പഠിച്ചത് കൊണ്ട് മാത്രം നിങ്ങൾക്ക് പഠിച്ചു തീർക്കാൻ പറ്റുന്നതല്ല നിങ്ങളുടെ പോസ്റ്റ് BSc നഴ്സിംഗ് എന്ന് പറയുന്നത്. യു ഹാവ് ടു സ്റ്റഡി വെരി ഡീറ്റെയിലി. ഓക്കെ, ഇതാണ് എനിക്ക് ഇവിടെ പറയാനുള്ളത്. നിങ്ങൾ മാർക്കിംഗ് ക്രൈറ്റീരിയയെക്കുറിച്ചൊക്കെ നിങ്ങൾക്ക് അറിയാമായിരിക്കും. പിന്നെ യൂണിവേഴ്സിറ്റി എക്സാമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, അതിനു മുന്നേ ഞാൻ നിങ്ങൾക്ക് സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് കാണിച്ചു തരാം. ഇതുവരെ നിങ്ങൾ സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് കണ്ടിട്ടുണ്ടോ ഇല്ലയോ എന്നറിയത്തില്ല. ഏറ്റവും റീസെൻ്റ് ആയിട്ട് നടന്ന ക്വസ്റ്റ്യൻ പേപ്പേഴ്സാണ് ഞാനിവിടെ പറയുന്നത്. നഴ്സിംഗ് ഫൗണ്ടേഷന് നിങ്ങൾക്ക് essay എന്ന് പറയുന്നത്, നിങ്ങൾക്ക് ഒരു ഈസി, ഒരു എളുപ്പം എന്ന് പറയുന്നത്, നിങ്ങൾക്ക് 2 essay ഇവിടെ പറഞ്ഞിട്ടുണ്ടായിരിക്കും. അതിൽ നിന്ന് ഏതെങ്കിലും ഒരു essay നിങ്ങൾ എഴുതിയാൽ മതി. 35 മാർക്കിനാണ് ക്വസ്റ്റ്യൻ പേപ്പർ. 2 essay പറഞ്ഞിരിക്കും, അത് 2 നിങ്ങൾ ആൻസർ ചെയ്യേണ്ട. ഒരു essay നിങ്ങൾ പഠിച്ചിട്ടുള്ള ഏതെങ്കിലും ഒരു essay ഇതിൽ നിന്ന് ചൂസ് ചെയ്യുക, അത് ആൻസർ ചെയ്യുക. 4 ഷോർട്ട് essay, 5 മാർക്കിൻ്റെ 4 ഷോർട്ട് essay പറഞ്ഞിട്ടുണ്ടാവും. അതിൽ ഏതെങ്കിലും 3 എഴുതിയാൽ മതി. എന്നാൽ അടുത്ത 5 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുണ്ടാവും, അത് 5ഉം ആൻസർ ചെയ്യണം. ഇനി ഇതിൻ്റെ പ്രത്യേകത, നിങ്ങൾക്കൊരു ഗുണമെന്ന് പറയുന്നത്, ഈ 5 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യന് നിങ്ങൾ നന്നായിട്ട് പ്രസൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് 17.5 മാർക്ക് മതി പാസ്സാകാൻ. ഈ 5 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യനും നന്നായിട്ട് എഴുതിയിട്ടുണ്ട്, നിങ്ങൾ നന്നായിട്ട് വായിച്ച് പഠിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻസ് എല്ലാം കിട്ടും. 5 ക്വസ്റ്റ്യൻ നിങ്ങളവിടെ ക്ലിയർ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്താൽ, അപ്പോൾ അടുത്തൊരു ക്വസ്റ്റ്യൻ വരും. 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ എത്ര എഴുതണം? ഒരു എക്സാം പേപ്പറിൻ്റെ ഒരു പുറത്തിൽ പകുതി, നേരെ ഹാഫ് പേജ് നിങ്ങൾ 2 മാർക്കിന് എഴുതണം. എന്നാൽ നിങ്ങൾക്ക് ഈ 2 മാർക്ക് എന്നുള്ള 1/2 മാർക്ക് പോലും കുറയാതെ ഫുള്ളായിട്ട് നിങ്ങൾക്ക് അവിടെ കിട്ടും. ഈ 10 മാർക്ക് നിങ്ങൾക്ക് അവിടെ കിട്ടും.
അടുത്ത നിങ്ങളുടെ എസ്സേയിൽ 10 മാർക്കിൻ്റെ എസ്സേ നിങ്ങൾ എത്ര എഴുതിയാലും 8-8.5 മാർക്കേ അവർ തരത്തുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾ എക്സ്ട്രാ ഓർഡിനറി നന്നായിട്ട് എഴുതിയിട്ടുണ്ടാവണം, നല്ല പ്രസൻറ്റേഷൻ ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ 9 മാർക്ക് വരെ കിട്ടും. അല്ലെങ്കിൽ ഞാനിവിടെ പറയുന്നത് 8.5 മാർക്കേ ഉള്ളൂ. ആ 8.5 മാർക്ക് നിങ്ങൾക്ക് നേടാം ഒരു എസ്സേക്ക്. പോട്ടെ, 8 മാർക്ക് നിങ്ങൾക്ക് നേടാം. ബാക്കിയുള്ള 4 എസ്സേയിൽ 3 എണ്ണം എഴുതിയാൽ മതി, 15 മാർക്കാണ്. ഓരോ എസ്സേക്കും 3.5 മാർക്ക് വെച്ചിട്ട്, 4 മാർക്കാണ് എൻ്റെ ഒരു ഫോക്കസ്. മിനിമം നിങ്ങൾക്ക് 3.5 മാർക്ക് വെച്ച് കിട്ടും. 3.5 മുതൽ × 3 വരെ. ഓക്കെ, അപ്പോൾ ഒരു 9.5, 10.5 മാർക്ക്. 10.5 മുതൽ 20.5, 28.5 മാർക്ക്. ഞാനൊരു 25 മാർക്ക്. എങ്ങനെ നിങ്ങൾ എത്ര തന്നെ വായിക്കാതിരുന്ന് കഴിഞ്ഞാലും, വായിക്കാതിരുന്ന് കഴിഞ്ഞാൽ കിട്ടത്തില്ല. ഒരു വിധം നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യാൻ റെഡിയാണെങ്കിൽ 35 മാർക്കിൽ നിങ്ങൾക്കൊരു 25-30 ഇടയ്ക്കുള്ള മാർക്ക് ഉറപ്പായിട്ട് നിങ്ങൾക്ക് വാങ്ങാൻ പറ്റും. അത്രേ പറയും. ഞാൻ 35 മാർക്കൊന്നും വാങ്ങാനുള്ള തയ്യാറാക്കി തരുമെന്നൊന്നും ഞാൻ പറയുന്നില്ല. ഈ ഒരു റേഞ്ച് ഞാൻ നിങ്ങൾ ഉറപ്പാക്കും തരാം, നിങ്ങൾ കംപ്ലീറ്റ്ലി എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ. ഇനി രണ്ടാമത്തെ ന്യൂട്രീഷനാണ്. സെയിം ലൈക്ക് നമ്മുടെ ഫണ്ടമെന്റൽസ്. ഇവിടെ 2 എസ്സേ പറഞ്ഞിട്ടുണ്ട്, അതിൽ ഒരു എസ്സേ പഠിക്കുക, ഒരു എസ്സേ എഴുതണം. ഇവിടെ 4 ഷോർട്ട് എസ്സേ പറഞ്ഞിട്ടുണ്ട്, 3 എസ്സേ എഴുതുക. ഈ 5 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ സെയിം അതുപോലെ തന്നെ 25-30 മാർക്കിന് ഇടയ്ക്ക് നിങ്ങൾക്ക് നേടാൻ പറ്റും. ക്ലിയർ? പഠിക്കാൻ റെഡിയാണെങ്കിൽ, നമ്മുടെ ക്രാഷ് കോഴ്സിന് ചേർന്ന് പഠിക്കുകയാണെങ്കിലുള്ള കാര്യമാണ് പറയുന്നത്. അല്ലായെങ്കിലും കുഴപ്പമില്ല, നിങ്ങൾക്ക് സ്വയം പഠിക്കാം. നിങ്ങൾ ഇച്ചിരി കൂടി സമയം കണ്ടെത്തി പഠിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. ഒരു നിർബന്ധമില്ല നമ്മുടെ ക്രാഷ് കോഴ്സിന് ചേർന്നാൽ മാത്രമേ ഈ മാർക്ക് കിട്ടത്തുള്ളൂ എന്നൊന്നുമില്ല. നിങ്ങൾക്കും പഠിക്കാം, നിങ്ങൾക്ക് ആര് ശ്രമിച്ചാലും നടക്കുന്ന കാര്യം തന്നെ. പക്ഷെ കുറച്ചുകൂടി എഫേർട്ട് ഇടണം, അത്രമാത്രം. കാരണം ഞാനിവിടെ പഠിക്കാനുള്ള കാര്യങ്ങൾ നിങ്ങളുടെ മുന്നിൽ തരും, നിങ്ങൾ പഠിക്കണം. പക്ഷെ നിങ്ങൾ അല്ലാതെ ആവുമ്പോൾ കുറച്ചൊന്ന് കണ്ടെത്തി സെർച്ച് ചെയ്ത് മെറ്റീരിയൽസൊക്കെ കളക്ട് ചെയ്ത് പഠിക്കേണ്ടി വരും. അത്ര ബുദ്ധിമുട്ടേ ഉള്ളൂ. ഓക്കെ, എന്ത് തന്നെയായാലും ഈ രീതിക്ക് നിങ്ങൾ പഠിച്ചാൽ, ഓരോ ടോപ്പിക്സ് ആയിട്ട് ഞാൻ ഈ പറയുന്ന നമ്മുടെ ക്രാഷ് കോഴ്സിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ പറയുമ്പോൾ പറയുന്ന രീതിക്ക് നിങ്ങൾ പഠിച്ചാൽ ഈ രീതിയിൽ നിങ്ങൾക്ക് മാർക്ക് വാങ്ങാൻ പറ്റും. നെക്സ്റ്റ് സൈക്കോളജിയുടെ പ്രത്യേകത, 3 എസ്സേ തരും. അതിൽ 2 എസ്സേ 10 മാർക്കിൻ്റെ എസ്സേ ഉള്ളൂ. 2 എസ്സേ നിങ്ങൾ ആൻസർ ചെയ്യണം. ഷോർട്ട് എസ്സേയിൽ ഇവിടെ എത്രയാ 12 ക്വസ്റ്റ്യൻ അല്ല, 12 ക്വസ്റ്റ്യനിൽ 3, 6, 9 ക്വസ്റ്റ്യൻ ഉണ്ട്. അതിൽ 7 ക്വസ്റ്റ്യൻ 2 എണ്ണം നിങ്ങൾ ആൻസർ ചെയ്യേണ്ട. 7 ക്വസ്റ്റ്യൻ സെലക്റ്റീവായിട്ട് നിങ്ങൾ 5 മാർക്കിന് ആൻസർ ചെയ്യണം. ഈ എല്ലാ ക്വസ്റ്റ്യനും കംപ്ലീറ്റ്, ഐ എം പ്രോമിസിങ് 100% റെക്കോർഡ് ക്ലാസ്സസ് ഐ വിൽ ഗീവ് യു ഫോർ സൈക്കോളജി. ഇതിലെ എല്ലാ ക്വസ്റ്റ്യൻസും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത ക്ലാസ്സുകൾ എൻ്റെ കയ്യിലുണ്ട്, ഞാൻ തരും. ഓക്കെ, നിങ്ങൾ നന്നായിട്ട് പഠിച്ചാൽ മാത്രം മതി. അതുപോലെ തന്നെ അടുത്ത് വരുന്നത് ഷോർട്ട് ആൻസേഴ്സ് ആണ്, 2 മാർക്കിൻ്റെത്. 10 ഇറ്റ്സ് വെരി ഗുഡ്. ഓക്കെ, നിങ്ങൾക്ക് ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ഇതാണ്. 10 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ഇവിടെ തന്നെ 20 മാർക്ക് നിങ്ങൾക്ക് കിട്ടും. 75 മാർക്ക് എന്ന് പറയുമ്പോൾ 38 മാർക്കാണ് നിങ്ങൾക്ക് പാസ്സാകാൻ വേണ്ടത്. ഈ 10 ക്വസ്റ്റ്യന് 2 മാർക്കിൻ്റെ നിങ്ങൾ ഡെഫിനറ്റ്ലി നന്നായിട്ട് എഴുതും. എനിക്ക് ഉറപ്പുണ്ട്, എൻ്റെ ക്ലാസ്സുകൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ഈ 10 ക്വസ്റ്റ്യന് ഉറപ്പായിട്ട് നിങ്ങൾ ആൻസർ ചെയ്യും. 20 മാർക്ക് നിങ്ങൾക്ക് അവിടെ ഈസി ആയിട്ട് നേടാൻ പറ്റും. പിന്നെ നമ്മുടെ ഈ 7 ക്വസ്റ്റ്യൻ 5 മാർക്കിൻ്റെതും 10 മാർക്കിൻ്റെ 2 ക്വസ്റ്റ്യനിലും ഇതിൽ എന്തായാലും നിങ്ങൾക്ക് നല്ല മാർക്ക് കിട്ടും. ഇതിലൊരു 25 മാർക്കും ഇതിലൊരു 15 മാർക്കും 40 മാർക്ക്, 40ഉം 20, 60 മാർക്ക്, 60 മുതൽ 65 മാർക്ക് ഉറപ്പായിട്ടും നിങ്ങൾക്ക്. എത്ര തന്നെ നിങ്ങൾ ഒരു ആവറേജ് സ്റ്റുഡൻ്റ് ആണെങ്കിൽ പോലും നിങ്ങൾക്ക് ഈ ഒരു റേഞ്ച് മാർക്ക് ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റും. ഇനി നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യാനാണെങ്കിൽ ഈ ക്ലാസ് തന്നെ മതി, നിങ്ങൾക്ക് ഡിസ്റ്റിങ്ഷനും വാങ്ങാൻ ഉറപ്പായിട്ട് പറ്റും. നെക്സ്റ്റ് മൈക്രോബയോളജി, സെയിം ലൈക്ക് ദാറ്റ്. നമ്മുടെ സൈക്കോളജി പറഞ്ഞതുപോലെ 2 എസ്സേ, അതുപോലെ അടുത്ത് 7 ഷോർട്ട് എസ്സേ. നെക്സ്റ്റ് 10 2 മാർക്ക്. ഇതാണ് അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ്, പോസ്റ്റ് BScയുടെ അഡ്വാൻറ്റേജ് ആണിത്. 10 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഈ 10 2 മാർക്ക് എഴുതുമ്പോൾ തന്നെ നിങ്ങൾക്ക് അവിടെ നല്ലൊരു സ്കോർ കിട്ടും. ബാക്കിയുള്ള നിങ്ങളുടെ ഷോർട്ട് എസ്സേയിലും എസ്സേയിലും കൂടെ നിങ്ങൾ എടുത്താൽ മതി. ഈസി ആയിട്ട് നിങ്ങൾക്ക് നല്ല മാർക്കോടുകൂടെ പാസ്സാകാൻ പറ്റും. സെയിം മെറ്റേണൽ ഹെൽത്ത് നഴ്സിംഗും അതുപോലെ തന്നെയാണ്. 3 എസ്സേ, 7 ഷോർട്ട് എസ്സേ, അത് കഴിഞ്ഞാൽ 10 ഷോർട്ട് ആൻസർ. ചൈൽഡ് ഹെൽത്ത് നഴ്സിംഗ് ഞാൻ ജസ്റ്റ് സാമ്പിൾ കാണിച്ചു തന്നുള്ളൂ. ഈ ക്വസ്റ്റ്യൻസ് എല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോവുകയാണ് അപ്കമിങ് ക്ലാസ്സുകളിൽ. ഓക്കെ, ഇനി ഞാൻ നമ്മുടെ പോസ്റ്റ് BScയുടെ ക്രാഷ് കോഴ്സിനെ കുറിച്ച് പറയാം. നമ്മൾ എന്താണ് ചെയ്യാൻ പോകുന്നത്, അല്ല നമ്മുടെ ക്രാഷ് കോഴ്സിലാണെങ്കിലും അല്ല എങ്കിലും നിങ്ങൾ എന്താണ് ചെയ്യാൻ പോകുന്നത്, നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്, എൻ്റെ ഒരു സജഷനിൽ എന്താണ് ചെയ്യേണ്ടത്. ഫസ്റ്റ് ക്ലാസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ബയോകെമിസ്ട്രിയാണ്. ഫോർ എക്സാമ്പിൾ ജൂലൈ 1 നമ്മൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ബയോകെമിസ്ട്രിയാണ്. ക്ലാസ്സിൻ്റെ പ്രത്യേകതകൾ പറയുകയാണെങ്കിൽ വീക്ക്ലി 4 ക്ലാസ്സസ് ആണ് ഞാൻ പറയുന്നത്.
അതായത് ഒരു 1-1.5 മണിക്കൂർ വെച്ചിട്ട് ഒരു 4 ക്ലാസ്, മിനിമം 6 മണിക്കൂറിൻ്റെ ക്ലാസ്സാണ് ഞാൻ പറയുന്നത്, മിനിമം. ബട്ട് ഐ വിൽ ഗോ ഫോർ മോർ ദാൻ ദാറ്റ്. അതിൻ്റെ കൂടുതൽ നിങ്ങൾക്കുണ്ടാവും. കാരണം ഓൾറെഡി ഞാൻ എടുക്കുന്ന എല്ലാ ക്ലാസ്സുകൾ 4 ക്ലാസ്സുകളും, അത് കൂടാതെ ഞാൻ റെക്കോർഡഡ് ക്ലാസ്സുകൾ, നമ്മൾ അന്ന് പഠിക്കുന്ന ടോപ്പിക്കുമായിട്ട് എൻ്റെ കയ്യിലുള്ള ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്ത, ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത ക്ലാസ്സുകൾ ഇതിൻ്റെ അഡീഷണലി നിങ്ങൾക്ക് ഞാൻ ഷെയർ ചെയ്യും. അതിൻ്റെ ടോപ്പിക്സും അതിൻ്റെ ഡീറ്റെയിൽസും എക്സ്പ്ലനേഷൻ ക്ലാസ്സുകൾ ഉൾപ്പെടെ അതും നിങ്ങൾ ഇതിന് പുറമെ പഠിക്കേണ്ടിയിരിക്കുന്നു. സോ അത് ഈ 50 മണിക്കൂറൊന്നുമല്ല, 100 മണിക്കൂറിൽ കൂടുതൽ ക്ലാസ്സുകൾ ഉണ്ടാവും. മിനിമമാണ് 50-ലധികം ക്ലാസ്സുകൾ പറയുന്നത്. റെക്കോർഡഡ് ക്ലാസ്സുകൾ ഉൾപ്പെടെ വരുമ്പോൾ 100 മണിക്കൂറിൽ കൂടുതൽ ക്ലാസ്സസ് ഉണ്ടാവും. ഇനി ക്ലാസ്സസിൻ്റെ ഫ്ലെക്സിബിലിറ്റി. ക്ലാസ്സസ് ഏത് സമയത്തും നമുക്കൊരു ഗ്രൂപ്പ് ഉണ്ടാകും. ആ ഗ്രൂപ്പിൽ നിങ്ങൾ ആഡ് ചെയ്തിട്ട് അതിലാണ് എല്ലാ കമ്മ്യൂണിക്കേഷനും, നമ്മുടെ ജൂൺ 1 മുതലുള്ള എല്ലാ കമ്മ്യൂണിക്കേഷനും ആ ഗ്രൂപ്പ് വഴിയാണ്. അതിലാണ് ഓരോ ദിവസവും എടുക്കുന്ന ക്ലാസ്സുകൾ ഞാൻ ഷെയർ ചെയ്യുക, റെക്കോർഡഡ് ക്ലാസ്സുകൾ ഷെയർ ചെയ്യുക, മറ്റു മെറ്റീരിയൽസും ഷെയർ ചെയ്യുന്നത്. ഈ ക്ലാസ്സുകൾ ലിങ്ക് ഷെയർ ചെയ്ത് കിട്ടിയാൽ അന്ന് മുതൽ നമ്മുടെ കോഴ്സ് തീരുന്ന അന്ന് വരെ, അതായത് സെപ്റ്റംബർ 30 വരെ നിങ്ങൾക്ക് എത്ര തവണ വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും കണ്ട് പഠിക്കാനുള്ള അവസരമുണ്ട്. സെപ്റ്റംബർ 30 വരെയുള്ളൂ. അത് കഴിഞ്ഞ് കണ്ടിന്യൂ ചെയ്യണമെങ്കിൽ നിങ്ങൾ കോഴ്സ് റിന്യൂ ചെയ്യണം. നമ്മുടെ കോഴ്സ് കണ്ടിന്യൂ ചെയ്യുന്ന കോഴ്സ് ജോയിൻ ചെയ്യണമെങ്കിലും ഈ പ്രീവിയസ് മെറ്റീരിയൽസ് കിട്ടണമെങ്കിൽ നിങ്ങൾ കോഴ്സ് റിന്യൂ ചെയ്യണം. റിന്യൂ ചെയ്താൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ക്ലാസ്സുകൾ കിട്ടും. അല്ലാത്ത പക്ഷം ജൂൺ 1 മുതൽ കിട്ടുന്ന ലിങ്കുകൾ എല്ലാം, ജൂൺ 1, 2, 3 ഒക്കെ കിട്ടുന്ന എല്ലാ ലിങ്കുകൾ, അന്നന്ന് കിട്ടുന്ന ലിങ്കുകൾ അന്ന് മുതൽ കോഴ്സ് തീരുന്ന അന്ന് വരെ നിങ്ങൾക്ക് എത്ര പ്രാവശ്യം വേണമെങ്കിലും കാണാൻ പറ്റും. ഇനി ക്ലാസ്സുകൾ നമ്മൾ ഒരിക്കലും സിലബസ് ബേസ്ഡ് അല്ല പോകുന്നത്, പകരം പ്രീവിയസ് എക്സാം ബേസ്ഡ് ആയിട്ടാണ് പോകുന്നത്. സോ സപ്പോസ് നമ്മുടെ ക്ലാസ് ഇപ്പോൾ ബയോകെമിസ്ട്രി ആണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ ഇവിടെ എൻസൈംസ്, ആദ്യത്തെ ക്വസ്റ്റ്യൻ വായിക്കുക. What are enzymes? Give an account of effect of substrate concentration, pH, temperature on enzyme activity. സോ ഈ ഒരു ടോപ്പിക്കിൽ ഇതൊരു 10 മാർക്കിൻ്റെ എസ്സേ ആണ്. ഇവിടെ നമ്മൾ എൻസൈമിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ്, ഈ ക്വസ്റ്റ്യൻ്റെ ആൻസറും ഈ എൻസൈമിൻ്റെ റിലേറ്റഡ് ആയിട്ട് വേറെ എന്തൊക്കെ ചോദിക്കാമോ അതും നമ്മളിവിടെ പഠിക്കുന്നു. കംപ്ലീറ്റ്ലി ഞാനത് ടെക്സ്റ്റ് ബുക്ക് ഉപയോഗിച്ചിട്ടാണ് പഠിക്കുന്നത്. ഞാൻ PDF ആയിട്ടുള്ള ടെക്സ്റ്റ് ബുക്ക് ഉപയോഗിച്ചിട്ടാണ് നിങ്ങൾ ക്ലാസ്സുകൾ എടുക്കുന്നത്. ക്ലാസ്സുകൾ എടുത്ത് അതിൽ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യും. അതിനുശേഷം നോട്ട്സുകൾ ഞാൻ 100% പറയുന്നില്ല, പക്ഷേ ആ ക്ലാസ്സുകൾ കാണുമ്പോൾ നിങ്ങൾക്ക് അവിടെ ഷോർട്ട് നോട്ട്സ് എഴുതിയെടുക്കാം. അതല്ല എങ്കിൽ നിങ്ങൾക്ക് ആ ടെക്സ്റ്റ് ബുക്ക് വാങ്ങാം, അല്ലെങ്കിൽ അതിൻ്റെ PDF ഞാൻ ഷെയർ ചെയ്ത് തരാം. അത് വെച്ചിട്ട് നിങ്ങൾക്ക് പഠിക്കാം. ഇനി നിങ്ങൾക്ക് ഷോർട്ട് നോട്ടുകൾ എന്തെങ്കിലും വേണമെങ്കിൽ അതും ഞാൻ ജസ്റ്റ് ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. ഷോർട്ട് നോട്ട്സുകളും ഞാൻ ഷെയർ ചെയ്ത് തരുന്നതായിരിക്കും. എല്ലാത്തിനുമല്ല, ഷോർട്ട് നോട്ട്സ്, അതായത് ഞാനത് വീഡിയോയിൽ കൂടെ തന്നെയായിരിക്കും തരുന്നത്, PDF അല്ല. ഓക്കെ, ഷോർട്ട് നോട്ട്സുകൾ ഷെയർ ചെയ്ത് തരുന്നതായിരിക്കും. പിന്നെ ഇതുപോലെ എന്നിട്ട് ആ ഒരു ടോപ്പിക്ക്, ഇനി നമുക്ക് ആ ഒരു ടോപ്പിക്ക് പഠിക്കുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഇത് പഠിക്കുന്നു, ആ ക്ലാസ് കാണുന്നു, പഠിക്കുന്നു, ആ ഒരു ടോപ്പിക്കിൽ നിന്നും ഏതൊക്കെ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാമെന്നുള്ളതൊക്കെ ഞാൻ അടുത്തൊരു ലിസ്റ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് ഞാൻ തരും, ഏതൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കാനുള്ളത്. അത് വെച്ച് മെയിനായിട്ട് ഫോക്കസ് ചെയ്തും പഠിക്കാൻ പറ്റും. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ പഠിച്ചതിന് ശേഷം നിങ്ങളുടെ സിലബസിൽ പോകണം. നിങ്ങളുടെ സിലബസിൽ പോയിട്ട് സപ്പോസ് ഇവിടെ ബയോകെമിസ്ട്രി ആണ് നമ്മൾ പഠിച്ചതെങ്കിൽ, ബയോകെമിസ്ട്രി എൻസൈം ആണ് പഠിച്ചതെങ്കിൽ ഇവിടെ ഈ ബയോകെമിസ്ട്രിയാണ് നമ്മൾ പഠിച്ചതെങ്കിൽ ഇവിടെ നിങ്ങൾ ബയോകെമിസ്ട്രി ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് എൻസൈം ആക്ടിവിറ്റി, ഇത് രണ്ടുമായിട്ട് ചേർത്തിട്ടാണ് ഈ എസ്സേ ചോദിച്ചിരിക്കുന്നത്. അതവിടെ നിങ്ങൾ പഠിച്ചു തീർന്നു, അതവിടെ നിങ്ങൾ മാർക്ക് ചെയ്യുക. അടുത്ത രണ്ടാമത്തെ ക്വസ്റ്റ്യൻ പഠിക്കുന്നത് ഏതാണ്? രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഡിസ്ക്രൈബ് ദ റെഗുലേഷൻ ഓഫ് ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ. ഓക്കെ, എൻസൈമിന്റെ ആ ടോപ്പിക്ക് പഠിച്ചു. രണ്ടാമത് പഠിക്കുന്നത് ഡിസ്ക്രൈബ് ദ റെഗുലേഷൻ ഓഫ് ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ. എങ്ങനെയാണ് ശരീരത്തിൽ ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ റെഗുലേറ്റ് ചെയ്യുന്നത്? ഇത് ഏത് ചാപ്റ്ററിലാണ്? ഇത് കാർബോഹൈഡ്രേറ്റ്സിലുള്ളതാണ്. നമ്മുടെ ബയോകെമിസ്ട്രിയിലെ കാർബോഹൈഡ്രേറ്റ്സിന്റെ ചാപ്റ്ററിനകത്ത് വരുന്നതാണ് ഈ റെഗുലേഷൻ ഓഫ് ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ എന്ന് പറയുന്നത്. അവിടെ കാർബോഹൈഡ്രേറ്റ്സിൽ പോകുക, നിങ്ങൾ റെഗുലേഷൻ ഓഫ് ഇവിടെ എന്തുവാണ്, ഇവിടെ കൊടുത്തിട്ടുണ്ട് ബ്ലഡ് ഗ്ലൂക്കോസ് ആൻഡ് ഇറ്റ്സ് റെഗുലേഷൻ. ഈ ടോപ്പിക്കാണ് നിങ്ങളിവിടെ പഠിച്ചത്. ആ ടോപ്പിക് നമ്മൾ ആ ചാപ്റ്ററിൽ ബാക്കിയുള്ള കാര്യങ്ങൾ പഠിച്ചിട്ടില്ല, പക്ഷേ ഈ ടോപ്പിക്ക് പഠിച്ചു. അതായത് ഇമ്പോർട്ടൻ്റ് ആണ്, റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ള പോർഷനാണ്, അത് നമ്മളവിടെ ഹൈലൈറ്റ് ചെയ്യുന്നു. ഓക്കെ, ഈ രീതിയിൽ
ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ 2024 ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് നടന്ന ക്വസ്റ്റ്യൻ പേപ്പർ മുതൽ പ്രീവിയസ് ബാക്കിലോട്ട് 2024, 23, 22, 21, 20 അങ്ങനെ ബാക്കിലോട്ടാണ് ഓരോ ക്വസ്റ്റ്യൻ പേപ്പേഴ്സായിട്ട് നമ്മൾ കവർ ചെയ്യാൻ പോകുന്നത്. ഓരോ ടോപ്പിക്സും ഞാൻ ക്ലാസ് എടുക്കുന്നു. അത് റിലേറ്റഡ് ആയിട്ടുള്ള വേറെ മറ്റു ക്ലാസ്സുകൾ എൻ്റെ കയ്യിലുള്ളതും ഞാൻ നിങ്ങൾക്ക് അതിനോടൊപ്പം ഷെയർ ചെയ്ത് തരും. അതിനോടൊപ്പം നിങ്ങൾക്ക് ഒരുവിധം പോർഷൻസ് കവർ ആയി കഴിയുമ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ കവർ ചെയ്ത് ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ട ക്വസ്റ്റ്യൻസും അതിൻ്റെ മെറ്റീരിയൽസും ഞാൻ ഷെയർ ചെയ്ത് തരുന്നതായിരിക്കും. ഇങ്ങനെയാണ് നമ്മുടെ ക്രാഷ് കോഴ്സ് എടുക്കുന്നത്, ക്രാഷ് കോഴ്സിൻ്റെ ഡീറ്റെയിൽസ്. സോ നിങ്ങൾക്ക് ഈ ഒരു രീതിയിൽ നമ്മളോടൊപ്പം ചേർന്ന് ക്ലാസ്സിൽ പഠിക്കാൻ തയ്യാറാണെങ്കിൽ നിങ്ങൾക്ക് ക്രാഷ് കോഴ്സിന് ജോയിൻ ചെയ്യാം. എന്തെങ്കിലും ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ, ഇതിനെക്കുറിച്ച് മറ്റ് ഡീറ്റെയിൽസ്, ഫീസും ഡീറ്റെയിൽസും ഒക്കെ അറിയണമെങ്കിൽ ഈ താഴെ കാണുന്ന നമ്പർ 8137978292 8137978292 അല്ലെങ്കിൽ 8891127927 ഈ നമ്പറിൽ വാട്സപ്പ് ചെയ്യുക ഇഫ് യു ഹാവ് എനി ഡൗട്ട്. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനകത്ത് മെസ്സേജ് ചെയ്യാം, ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ ക്ലാസ്സുകൾ ആഴ്ചയിൽ 4 ക്ലാസ്, ഓൾറെഡി റെക്കോർഡഡ് വീഡിയോകളും അതല്ലാതെ ആഴ്ചയിൽ 4 ക്ലാസ്സുകളും പ്രീവിയസ് എക്സാം ക്വസ്റ്റ്യൻസ് ബേസ്ഡ് ആയിട്ടുള്ള ക്ലാസ്സുകളാണ് നമ്മൾ ക്ലാസ് എടുക്കുന്നത്. അതായത് ആ ക്വസ്റ്റ്യൻ മാത്രമല്ല, ഇപ്പോൾ സപ്പോസ് 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണെങ്കിൽ പോലും ആ ഒരു ടോപ്പിക്കാണ് നമ്മൾ അവിടെ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, നെക്സ്റ്റ് റിവ്യൂ ക്ലാസ്സസും ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസും പിന്നെ ഡൗട്ട് ക്ലിയറൻസ്, നിങ്ങളുടെ ഡൗട്ടുകൾ നിങ്ങൾക്ക് ആ ഗ്രൂപ്പിൽ തന്നെ ചോദിക്കാം, ഞാനത് ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും. അപ്പോൾ ഇത്രയുമാണ് നമുക്ക് ചെയ്തു തരാൻ പറ്റുന്നത്. ഐ വിൽ ട്രൈ മൈ ലെവൽ ബെസ്റ്റ്. എൻ്റെ ഏറ്റവും മാക്സിമം എത്ര വരെ എനിക്ക് പറ്റുമോ അത്രത്തോളം നിങ്ങൾക്ക് ക്ലാസ്സുകൾ ഏറ്റവും നന്നായിട്ട് തന്നെ എടുത്തു തരും. സാമ്പിൾ ക്ലാസ്സുകൾ എന്തെങ്കിലും കാണണമെങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനലിലോട്ട് പോകാം. നഴ്സിംഗ് ആസ്പിറൻസ് എന്നുള്ള നമ്മുടെ യൂട്യൂബ് ചാനലുണ്ട്, അതിനകത്ത് ക്ലാസ്സുകളുണ്ട്. എന്തെങ്കിലും കാണണമെങ്കിൽ അതിൽ കാണാം. ഓക്കെ, ദിസ് ഈസ് ഓൾ അബൌട്ട് പോസ്റ്റ് BSc നഴ്സിംഗ്. ഐ തിങ്ക് ഞാൻ ഒരുപാട് കാര്യങ്ങൾ നിങ്ങളോട് പറയണമെന്ന് വിചാരിച്ചു. അതിലെന്തോ ഒരു 80% പറഞ്ഞു എന്ന് വിചാരിക്കുന്നു. ക്ലാസ്സസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ജൂലൈ 1 ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ജൂലൈ 1 മുന്നേ ആയാലും ജോയിൻ ചെയ്യാം, അതിനുശേഷമായാലും ജോയിൻ ചെയ്യാം. എപ്പോഴായാലും നമുക്ക് എൻക്വയറിക്ക് ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. ഓക്കെ, പിന്നെ ഇനി എക്സാമിൻ്റെ എങ്ങനെയാണ് എക്സാം ഒക്കെ എഴുതേണ്ടതെന്നുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. അത് നമുക്ക് എക്സാം അടുത്ത് വരുമ്പോഴത്തേക്കും ഞാൻ ഒരു ഇൻട്രാക്റ്റീവ് സെക്ഷൻ എടുത്തിട്ട് നമുക്ക് അതിനകത്ത് നിങ്ങളുടെ ഡൗട്ട്സുകളും എങ്ങനെയാണ് എക്സാം പ്രസൻറ്റ് ചെയ്യേണ്ടത്, അതായത് ഈസി ആയിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ടിപ്സൊക്കെ ഉണ്ട്. അത് ഞാൻ ആ എക്സാമിന് മുന്നേ പറഞ്ഞു തരാം. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.